Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Salatu wassalamu ala Rasulil Amin. Wa ala alihi wa sahbihi. Assalamu alaikum warahmatullahi wabarakatuh. നമുക്കറിയാം ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ തന്നെ ഒരു മെയിൻ മോട്ടീവാണല്ലോ. നമ്മളൊരു പേഴ്സണെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാൾ സക്സീഡഡ് ആണോ അല്ലെങ്കിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു ഹാപ്പിനെസ് ലെവൽ നോക്കിയിട്ടാണ്. സോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ട്രഷർ ആയിട്ടാണല്ലേ. ഈ ട്രഷറിലേക്കുള്ള കീനെ പറ്റിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ മാഊനിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കീനെ പറ്റിയിട്ട് പരാമർശിക്കുന്നതിന്റെ മുന്നേ നമുക്ക് അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. നമുക്കറിയാം നമ്മളൊരു പേഴ്സണെ സക്സസ് ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ പീപ്പിളിനെ വെച്ചിട്ട് റെഫർ ചെയ്തിട്ടാണ്. അതായത് അയാൾ വെൽത്ത് വൈസ് ആവട്ടെ, അല്ലെങ്കിൽ അയാൾ ഒരു പ്രൊഫഷൻ വൈസ് ആവട്ടെ, അല്ലെങ്കിൽ അയാള് പഠനത്തിന്റെ കാര്യത്തിലാവട്ടെ, ഏത് കാര്യത്തിലായാലും അയാൾ വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ജനങ്ങളായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആരാണോ ഗുഡ് അമംഗ് ദ പീപ്പിൾ അവരാണ് സക്സസ്ഫുൾ പീപ്പിൾ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇതേ ഈ ഒരു ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കണം നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ ഒരു ഡിസ്കഷന്റെ തീമായിട്ട് ബാലൻസിങ് ലൈഫ് ആൻഡ് ദീൻ എന്ന് പറയുന്ന ഒരു തീം വരണത്, അല്ലെങ്കിൽ ബാലൻസിങ് ലൈഫ് ആൻഡ് ദുനിയ എന്നൊക്കെ പറഞ്ഞ പല ഡിസ്കഷൻസ് എന്നുള്ള ടോക്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നു. പക്ഷെ ഇത്തരത്തിലൊരു ഡിഫറൻസിയേഷന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ മാഊനിൽ നമ്മളോട് സൂചിപ്പിക്കുന്നത്. സൂറ മാഊനിൽ ഇതിനെ പരിചയപ്പെടുത്തുന്നത് ഇതൊരു ലൂപ്പാണ് എന്നുള്ളതാണ്. ആ ലൂപ്പിന്റെ ഉള്ളിൽ ആരൊക്കെ എന്നുള്ളത് പീപ്പിളും ഉണ്ട്, അള്ളയുണ്ട്. അപ്പം ആരൊക്കെ അള്ളാന്റെ അടുത്ത് പീപ്പിളിന്റെ അടുത്ത് ജനങ്ങളുടെ അടുത്ത് ആരൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടോ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, അള്ളാന്റെ അടുത്തും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. നേരെ തിരിച്ച് ലൂപ്പാവുമ്പോൾ നമുക്കറിയാം ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു തിരിച്ചുള്ള ഡയറക്ഷനിൽ എന്തായിരിക്കും, ആരൊക്കെ ജനങ്ങളുടെ അടുത്ത് ക്രൈം കാണിക്കുന്നു സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, അള്ളാന്റെ അടുത്തും തെറ്റ് ചെയ്യും, തെറ്റുകാരനായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി നമുക്ക് കീനെ പറ്റിയിട്ട് സംസാരിക്കാം. എന്താണ് ആ കീ? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള സമ്മാനമായിട്ടുള്ള നമസ്കാരം എന്ന് പറയുന്ന കീ ആണല്ലേ. നമ്മൾ ഈ കീ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ലൂപ്പിലേക്കാണല്ലേ യൂസ് ചെയ്യുന്നത്. നമ്മൾ ലൂപ്പിനെ നമുക്കൊരു ഇന്റർ കണക്റ്റഡ് റൂമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കാം. ഇന്റർ കണക്റ്റഡ് റൂം എന്ന് പറയുന്ന സമയത്ത് ആ രണ്ട് റൂമിന്റെയും ഹാളിൽ പാർട്ടീഷൻ ഒന്നുമില്ല. അപ്പൊ പാർട്ടീഷൻ ഇല്ലാതെ വരുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും ഒരു റൂമിന്റെ കീ നിങ്ങൾക്ക് തരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രണ്ട് റൂമിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾക്ക് ഒരു കീ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഈ നമസ്കാരം എന്ന് പറയുന്ന താക്കോല് നമ്മൾ എവിടേക്കാണ് ഇടുന്നത്, ഈ ഒരു ലൂപ്പിലേക്കാ. ആ ലൂപ്പിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്, ജനങ്ങളും ഉണ്ട്, അള്ളയുണ്ട് അല്ലെ. അപ്പം സ്വാഭാവികമായിട്ടും അള്ളാന്റെ അടുത്തും ഈ താക്കോൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജനങ്ങളുടെ അടുത്തും നമുക്ക് എന്ത് ചെയ്യാം, സക്സസ്ഫുൾ ആവാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അള്ളാന്റെ അടുത്തും നമുക്ക് എന്ത് ചെയ്യാം, സക്സീഡ് ചെയ്യാൻ പറ്റും. ജനങ്ങളുടെ അടുത്ത് നമ്മൾ വിജയിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈ ദുനിയാവ് കരസ്ഥമാക്കാനുള്ള ഒരു വഴിയാണല്ലേ. ജനങ്ങളുടെ പ്രീതി നേടുക എന്ന് പറയുന്നതാണല്ലോ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ പ്രീതി നേടല്ലേ, അതുവഴി നമ്മൾ സന്തോഷം കൈവരിക്കുക എന്നുള്ളത് പറയുന്നത്. ഇനി അള്ളാന്റെ അടുത്ത് വിജയിക്കുക എന്ന് പറഞ്ഞാലോ നമുക്ക് ആഖിറയും നമുക്ക് എന്ത് ചെയ്യാണ്, ലഭിക്കുകയാണല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അള്ളാഹ് പറഞ്ഞതുപോലെ തന്നെ ഇതിന് രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, വിജയിക്കാൻ പറ്റുകയാണ് അല്ലെ. രണ്ട് സ്ഥലത്തും വിജയം കൈവരിക്കാൻ പറ്റുകയാണ്. ഇനി എല്ലാ കീന്റെയും പ്രത്യേകത എന്താ, ആ കീക്ക് രണ്ട് ഡയറക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ ക്ലോക്ക് വൈസിൽ ചില കീ എങ്ങനെ ആയിരിക്കും, ക്ലോക്ക് വൈസിൽ ഓപ്പൺ ആയിരിക്കും, ആന്റി ക്ലോക്ക് വൈസിൽ എന്തായിരിക്കും, ക്ലോസ് ആയിരിക്കും. അപ്പൊ ഇത് ഓരോ ഡയറക്ഷനും അതിനെന്തുണ്ട്, അതിന്റെ പർപ്പസ് ഉണ്ട്. അപ്പൊ ഈ കീ അതിന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചു കഴിഞ്ഞാലാണ് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ദുനിയാവും ആഖിറവും നമുക്ക് കൈവരിക്കാൻ പറ്റുന്നത്. ഇനി അതിന്റെ ആന്റി ക്ലോക്ക് വൈസിൽ തിരിക്കുന്നവരോ, ആ തിരിക്കുന്നവരുടെ പ്രത്യേകതയാണ് സൂറ മാഊനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ യത്തീമിനെ ആട്ടിയകറ്റുന്നവര്, അതേപോലെ തന്നെ മിസ്കീന് ഭക്ഷണം കൊടുക്കാത്തവര്, അതേപോലെ ചെറിയ ഉപകാരങ്ങൾ പോലും തടയുന്നവരെന്ന് പറയുന്നത് ഈ കീ ഉപയോഗിച്ചിട്ട് അത് ആന്റി ക്ലോക്ക് വൈസിൽ തിരിച്ചിട്ടുള്ള ആളുകളാണ്. ഇനി ഇതിനെ ക്ലോക്ക് വൈസിൽ തിരിച്ചുകൊണ്ട് നമുക്ക് ഈ കീ നേരാവണ്ണം ഉപയോഗപ്പെടുത്തിയവരുടെ പ്രത്യേകതയെ പറ്റിയിട്ട് സൂറ മാരിജിൽ നമ്മൾ ആ ഒരു കഴിഞ്ഞ സെഷനിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ.
അപ്പം നമുക്കറിയാം നമസ്കാരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മളെ ഈ ദുനിയാവും അതേപോലെ തന്നെ ആഖിറവും അതിൽ രണ്ടിലും ഒരേ സമയത്ത് വിജയം കൈവരിക്കാനുള്ള ആ വിജയത്തിലേക്കുള്ള ഒരു താക്കോലാണ്. അതിനെ നേരാവണ്ണം ഗ്രഹിക്കാനും അതിന്റെ എന്താണോ അതിന്റെ ആ, പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തോട് കൂടിയിട്ട് അത് നിർവഹിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അത് മുഖേന നാളെ അവന്റെ വിചാരണ വേളയിൽ നമുക്കറിയാം നമസ്കാരം നാളെ ഒരു പ്രിലിംസ് ആണല്ലേ, നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റ് മറ്റു കാര്യങ്ങളിലേക്ക് അവന് വിചാരണക്ക് എടുക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിന് ആ രീതിയിൽ വിജയം കൈവരിച്ച് അവന്റെ ഉദാത്തമായിട്ടുള്ള സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. വളരെ കുറഞ്ഞ സമയത്ത് എന്നാൽ ഏറ്റവും ഭംഗിയായിട്ട് കുറച്ചും കൂടി നമ്മളെ അല്ലെ നമുക്ക് കുറച്ചും കൂടി ഇൻസൈറ്റ് തരുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തു. ജസാക്കല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാ. അള്ളാഹു എപ്പോഴും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الذي علم القرآن خلق الإنسان علمه البيان. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് അല്ലേ? അല്ലേ സോലിദ്? അപ്പം അൽഹംദുലില്ലാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ഖുറൈഷ് ആണ്. സൂറത്തുൽ ഖുറൈഷ് പഠിക്കാൻ പോകുമ്പോൾ ഇപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ? യാത്ര ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവോ? എന്നോ തോന്നില്ല. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഡൽഹിയിലുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയ ആളുകളാണല്ലോ, ട്രാവൽ ചെയ്ത ആളുകളാണ്. എന്നാൽ ഈ യാത്രകൾ ഇസ്ലാമിൽ അത്രത്തോളം പ്രാധാന്യമുള്ള സംഗതികളാണോ? അല്ലെങ്കിൽ യാത്രകൾ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. സൂറത്തുൽ ഖുറൈഷ് ഈ ഒരു അർത്ഥത്തിലുള്ളൊരു ഇൻസൈറ്റ് നമുക്ക് തരുന്നതാണ്, സവിശേഷമായിട്ട് യാത്രകളുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ ഒരു സംഗതി, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഓർക്കാൻ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അതിനെങ്ങനെയാണ് നമ്മൾ പടച്ചവനോട് നന്ദി കാണിക്കുക എന്നതിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൂറ നമുക്ക് സൂചന നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ, നമ്മളെ അതനുസരിച്ച് ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പോൾ സൂറത്തുൽ ഖുറൈഷ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن
الرحيم الرحيم لإيلاف قريش لإيلاف لإيلاف قريش قريش إيلافهم رحلة الشتاء والصيف إيلافهم رحلة رحلة الشتاء والصيف الصيف فليعبدوا رب هذا البيت فليعبدوا فليعبدوا هذا رب هذا البيت البيت الذي أطعمهم من جوع الذي الذي أطعمهم أطعمهم من جوع فآمنهم من خوف. وآمنهم وآمنهم من خوف. ഇപ്പൊ സൂറത്തുൽ ഖുറൈഷ് മക്കിയായ സൂറയാണ്. ഈ ഖുറൈഷും തൊട്ട് മുമ്പുള്ള സൂറ ശരിക്കും ഓർഡർ പ്രകാരം സൂറത്തുൽ ഫീലാണ്. അത് രണ്ടും ഒരേ സമയത്ത് അവതരിച്ചതാണെന്നും ചില വ്യാഖ്യാനങ്ങളിൽ അത് രണ്ടും ഒരൊറ്റ സൂറയായി പരിഗണിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അവതരിച്ചൊരു സാഹചര്യം വളരെ സിമിലർ ആയിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അവതരിക്കുന്നത്. ഇപ്പോൾ സൂറത്തുൽ ഖുറൈഷ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഖുറൈഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? വാട്ട് ഈസ് ഖുറൈഷ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമാണ് ഖുറൈഷ്, അല്ലേ? നബിയുടെ ഗോത്രമാണ് ഖുറൈഷ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സൂറ നമ്മളെ പഠിപ്പിക്കുന്നതും ഈ ഖുറൈശി ഗോത്രത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ സൂറ നമ്മോട് സംസാരിക്കുന്നത്. ഇത് മനസ്സിലാവണമെങ്കിൽ ഇതിനൊരു ചരിത്ര പശ്ചാത്തലം അറിയുന്നത് നല്ലതാണ്. ഇപ്പം നമുക്ക് ഖുറൈശി ഗോത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീടുള്ള ഖലീഫമാരൊക്കെ വരുന്നത് ഖുറൈശി ഗോത്രത്തിൽ നിന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിതാമഹനായിരുന്ന കുലപതിയായിരുന്ന ഖുസയ്യ് ഇബ്നു ഖിലാബ്, അദ്ദേഹത്തിൻ്റെ കാലം വരെ ഖുറൈശി ഗോത്രം ഹിജാസിലങ്ങു ചിതറിക്കിടക്കായിരുന്നു. നമ്മൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധനം തുടങ്ങി ഹിജാസിലാണ്, സൗദി അറേബ്യ അല്ല. സൗദി അറേബ്യ ലേറ്റസ്റ്റായി വന്നൊരു കൺട്രിയാണല്ലോ. അപ്പോൾ ഹിജാസിലങ്ങ് ചിതറിക്കിടക്കാർ ഇങ്ങനെ ഖുറൈശി ഗോത്രം ഇങ്ങനെ പല ഭാഗത്ത് ഇങ്ങനെ ജീവിക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ ഈ ഖുസയ്യ് എന്ന് പറയുന്ന ആള് അവരെ മക്കയിൽ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ കാബയുടെ പരിചരണം അവരുടെ കയ്യിൽ വന്നു. അദ്ദേഹത്തിന് പറയുന്നൊരു പേരുണ്ട്, മുജമ്മ്യ, സംഘാടകൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ ലൈഫിൽ വ്യത്യസ്തമായ ചിലത് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ അദ്ദേഹം മക്കയിൽ ഒരു തലസ്ഥാന നഗരി എന്ന് വെച്ചാൽ ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സംഗതികളും ആളുകൾ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാക്കി മക്കയെ മാറ്റാണ്. അങ്ങനെ വിദൂര സ്ഥലങ്ങളിൽ വരുന്ന ഹാജിമാരൊക്കെ അവരൊക്കെ സംരക്ഷിക്കാൻ, അവർക്ക് വെള്ളം കൊടുക്കുക, അവർക്ക് സർവീസ് ചെയ്യുക. ഇപ്പം നമുക്കൊക്കെ ഇങ്ങനെ മക്കയിൽ പോകുമ്പോൾ ചിലപ്പം നമുക്ക് സൗദി ഗവൺമെൻറ്റിനോടൊക്കെ വല്ലാത്തൊരു സ്നേഹം തോന്നും, അല്ലേ? ഇത്രയും ഫെസിലിറ്റീസ് ഒരുക്കി, ഇത്രയും ഈ ഒരു ക്ലൻലിനെസ്, അങ്ങനെ ഉണ്ടല്ലോ, ആർക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെ ചെയ്യുന്നവരോട് നമുക്ക് എന്തായാലും ഒരു 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 സ്നേഹം തോന്നും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും അതുകൊണ്ട് ഖുറൈശികളെ ഭയങ്കര അവരോട് ആദരവും അവരോട് ഇഷ്ടവും ഉണ്ടായി. അങ്ങനെ ഈ ഒരു ബേസ് അവിടെ ഉണ്ടായിത്തീർന്നു. ഖുസൈൻ്റെ 2 മക്കളുണ്ട്, അബ്ദു മനാഫ്, അബ്ദുദ്ദാർ. അബ്ദു മനാഫ് വളരെ ഫേമസ് ആയിരുന്നു കേട്ടോ. അബ്ദു മനാഫിൻ്റെ 4 മക്കളാണ് ഹാഷിം, അബ്ദു ഷംസ്, മുത്തലിബ്, നൗഫൽ. ഇതിൽപ്പെട്ട ഹാഷിമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ പിതാവ്. അപ്പം നമുക്ക് ഈ സൂറയിൽ പഠിക്കുന്നൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അറബികളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം ഒന്ന് ബിസിനസ് ആയിരുന്നു. പ്രത്യേകിച്ച് മക്കയിലുള്ള ആളുകൾ ബിസിനസ്സുകാരായിരുന്നു.
അങ്ങനെ ഈജിപ്ത്, സിറിയ തുടങ്ങിയ വ്യത്യസ്ത പൗരത്വ ദേശങ്ങൾ, അവിടെയുള്ള അവിടെയുള്ള ബിസിനസ്, കച്ചവട വ്യാപാരങ്ങളെ കുറിച്ച് ആദ്യമായി ചിന്തിക്കുന്നത് അബ്ദു മനാഫാണ്. അങ്ങനെ അവര് അന്ന് ഇത്തരം മേഖലകൾ കൈയടക്കി വെച്ചിരുന്ന അന്നത്തെ റോമ സാമ്രാജ്യമുണ്ട്, അതേപോലെ തന്നെ ഇറാനിലെ സാസാനി ഭരണകൂടം. ഞാൻ ഒന്ന് ബ്രീഫായി പറയാം, നമുക്ക് സമയം ഇതായതുകൊണ്ട്. ഇങ്ങനെ വ്യത്യസ്ത, അതായത് ലോകത്ത് തന്നെയുള്ള വളരെ പ്രഗത്ഭരായ അല്ലെങ്കിൽ ശക്തിയുള്ള ആളുകൾ കൈയടക്കി വെച്ചിരുന്ന പല ബിസിനസ് മേഖലകളുണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റും, സൂറത്തുൽ ഫീൽ പഠിക്കുമ്പോൾ അബ്രഹത്ത് കാബയെ ആക്രമിക്കുന്നുണ്ട്. ആർക്കും അറിയാൻ പറ്റുമോ എന്തിനാ അബ്രഹത്ത് കാബയെ ആക്രമിക്കുന്നത്? കേന്ദ്രമായതുകൊണ്ട് കാബ വ്യാപാര ഇങ്ങനെ കേന്ദ്രമായതുകൊണ്ട് ആദരണീയമാവുകയും പിന്നെ എല്ലാവരും അതിൽ സമ്മേളിക്കാൻ വേണ്ടി തയ്യാറാവുകയും അത് വഴി വ്യാപാരം വർദ്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. അതെ അതെ അതെ, അതാണ്. കാബ എല്ലാത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. അതായത് ആളുകൾ എല്ലാ അർത്ഥത്തിലും അതിൽ ആകർഷിക്കപ്പെടുന്നുണ്ട്. ബിസിനസ്സിൻ്റെ കേന്ദ്രമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കാബയ്ക്ക് ഒരു ആദരവുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒന്ന് കാബയെ തകർക്കുക, ആ തകർച്ചയിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നോ, നമുക്ക് ഈ ഇങ്ങനെ ആളുകൾ എടുക്കുന്ന ഓരോ ആക്ഷനിലും, ഇപ്പം ഉദാഹരണമായിട്ട് ചിലർ പറയും ന്യൂക്ലിയർ ബോംബുണ്ട്, അല്ലെങ്കിൽ ഇറാഖിൽ എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ആണോ? അറ്റോമിക് എനർജി. ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ കാലത്ത് ഇങ്ങനെ ആക്രമിക്കുന്നുണ്ടല്ലോ, ഒരു റീസൺ പറയും, പക്ഷെ ഉദ്ദേശം വേറെതായിരിക്കും. ഇതുപോലെ അബ്രഹത്ത് കാബ ആക്രമിക്കുമ്പോൾ പറഞ്ഞ കുറച്ച് സംഗതികളുണ്ട്, പക്ഷേ ഉദ്ദേശം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അറബികളുടെ ഈ സ്വാധീനം ഇല്ലാതാക്കുക, അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കൈയെടുക്കുക, ഇങ്ങനെ കുറേ താല്പര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇത്രയും അപ്പോൾ നമുക്ക് ഈ സൂറ പഠിക്കുമ്പോൾ മനസ്സിലാണ്ടതാണ് അത്രമാത്രം. അതായത് ഈ അബ്രഹത്ത് വരുന്നത് ശരിക്കും അന്നത്തെ റോമിൽ സീസർമാർ ഭരിക്കുന്നുണ്ടല്ലോ. ഇപ്പം റോമിൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ സീസർമാരെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അതായത് ആ സീസർമാരുടെ പ്രതിനിധിയായിട്ടാണ് അബ്രഹത്ത് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം സ്വാധീനം അറബികൾക്ക് ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. ബിസിനസ് മേഖലകൾ അവർ കൈയടക്കി വെച്ചിരുന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യും, ഇതും പിടിക്കും മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അറബികൾക്ക് ഇത്രയും മഹത്വം വരാനുള്ള കാരണം എന്താണ്? അത് കാബയാണ്. ഒരു കാലത്ത് ഒന്നുമല്ലാതെ ഒരു ഭാഗത്ത് ചിതറിക്കിടന്ന ആളുകളെ ഇത്രയും മഹത്വവൽക്കരിച്ചതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? കാബയാണ്. പിന്നെ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അറബികൾക്കിടയിൽ ഈ കൊള്ളക്കാർ ആളുകൾക്ക് അങ്ങനെ പല ദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഹറമിൻ്റെ ആളെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യൂല, കൊള്ളക്കാരൊന്നും തൊടൂല. അപ്പോൾ അത്രയും വലിയ സ്ഥാനവും പദവിയും അവർക്ക് ലഭിച്ചു. അവിടെ എന്തിനാണ് ഈ സൂറ പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഖുറൈശികളോട് പറയാണ് അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി കാണിക്കണം. നന്ദി കാണിക്കേണ്ടത് വിഗ്രഹങ്ങളോടല്ല, മറിച്ച് അവർക്ക് ഇത്രയും അവരുടെ ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ ഇത്രയും ഉന്നതനാക്കിയ അള്ളാഹുവിനാണ് എന്ത് ചെയ്യുന്നത്, അവർ നന്ദി അർപ്പിക്കേണ്ടത്. അതെങ്ങനെയാണെന്നും ഈ സൂറയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്ന് ബ്രീഫായിട്ട് പറയാനുള്ളത്. സൂറയിലേക്ക് പോകുമ്പോൾ ഈലാഫ് ഖുറൈഷ്, ഖുറൈശികൾ ഇണങ്ങിയതിനാൽ. ഈലാഫ് എന്ന് പറഞ്ഞാൽ അൽഫ് എന്ന പദത്തിൽ നിന്നാണ് ഈലാഫ് എന്ന വാക്കുണ്ടായത്. ശീലം, ഇണക്കം, ഈ വേർപെട്ട ഒരു സംഗതിയെ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം എപ്പോഴും പതിവായി സ്വീകരിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൽ ഈലാഫ് നമ്മൾ സാധാരണ ഇണ എന്ന് പറയാറുണ്ടല്ലോ. എന്താണ് ഇണ എന്ന് പറഞ്ഞ അർത്ഥം? സൗജ് അല്ലേ. അപ്പം ഒരു പക്ഷി ഇണങ്ങുക എന്ന് പറയും. എന്ന് പറഞ്ഞ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു ബന്ധം ഉണ്ടാവണം, അത്രയും വലിയൊരു ബന്ധം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഈലാഫ ഖുറൈഷ്, ഖുറൈശികൾ ഇണങ്ങി. ആരുമായിട്ടാ? ഈലാഫിഹിം, അവരുടെ ഇണക്കം രഹ്ലത്ത് ഷിതായി വസ്വൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയോടാണ്. അത് നോക്കണേ, ഖുറൈശികൾ ഇണങ്ങിയതിനാൽ.
ഖുറൈശികൾ ഇണങ്ങിയതിനാൽ ലീലാഫി ഖുറൈശ് ഈലാഫിഹിം രഹ്ലത ശിതാഇ വസ്സൈഫ്. അവിടെ ഇണക്കം എന്തിനോടാ? ശൈത്യകാലത്തെയും ഉത്സവകാലത്തെയും യാത്രകളോട്. ഈലാഫ്, രഹ്ലത്ത്, യാത്ര. അപ്പോൾ ഇവിടെ ഖുർആനിലൊരു പ്രയോഗമുണ്ട്, അല്ലഫ എന്ന് പറയും. അല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾ അള്ളാഹു ഇണക്കി, അല്ലെ, കൂട്ടിച്ചേർത്തു എന്ന അർത്ഥത്തിൽ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈലാഫ് ഇണക്കമാണ്. അപ്പോൾ രഹ്ലത്ത് ശിതാഇ വസ്സൈഫ്, ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഇവിടെ ലീലാഫ് ഖുറൈഷ് എന്ന പ്രയോഗം, ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു, അറബി ഭാഷയുടെ ഒരു സൗന്ദര്യം. ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഖുർആനിക് അറബിക്ക് പഠിക്കണമെങ്കിൽ ഒരു പുസ്തകമുണ്ട്, പിന്നെ മറന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അത് ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്നതും ഡൽഹിയിൽ ജീവിച്ചൊരു മനുഷ്യൻ എഴുതിയതാണ്. നിങ്ങൾക്ക് അബുൽ ഹക്ക് അൻസാരി സാഹിബിനെ അറിയോ? ആ, പിന്നെ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, എന്താണ്, അണ്ടർസ്റ്റാൻഡ് ദി ലാംഗ്വേജ് ഓഫ് ഖുറാന്നോ, അതിനൊരു കീ ബുക്കൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതായത് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് അറബി ഭാഷ ഫോക്കസ്. ആ ബുക്കിന്റെ പേര് മനസ്സിലായില്ല. അണ്ടർസ്റ്റാൻഡ് ദി ലാംഗ്വേജ് ഓഫ് ഖുർആൻ, ഡോക്ടർ അബുൽ ഹക്ക് അൻസാരി. നോക്കട്ടെ, നല്ല നല്ല പുസ്തകം അത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി നോക്കട്ടെ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ലേണിംഗ് ദി ലാംഗ്വേജ് ഓഫ് ദി ഖുർആൻ. ഓക്കെ, ലേണിംഗ് ദി ലാംഗ്വേജ് ഓഫ് ദി ഖുർആൻ നമ്മുടെ മക്തബ ഇസ്ലാമിയിൽ കിട്ടും. അത് നിങ്ങൾ പഠിക്കുന്നത് നന്നാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ് ഇത്. അത് ലീലാഫ് എന്ന് പറഞ്ഞാൽ, ലീ എന്നത് അറബികൾക്ക് അത്ഭുതമുള്ളൊരു വാക്കാണ്. ഇപ്പോൾ ലിസൈദിൻ വമാ സനഅനാ ബിഹി, ഒന്ന് നോക്കൂ നിങ്ങൾ, സെയ്ദിനോട് എത്ര നന്നായിട്ടാണ് പെരുമാറിയത്, അല്ലേ? എന്നിട്ട് അയാൾ ഞങ്ങളോട് എന്താ ചെയ്തത്? അപ്പോൾ ലീ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്രയും ഒരു അത്ഭുതം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ലീലാഫ് ഖുറൈശ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറൈശികളുടെ നിലപാട് അത്ഭുതകരം തന്നെ. എന്താണ് ഇങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നത്? കാരണം അവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എല്ലാം കൊടുത്ത, അവർക്ക് എന്തെങ്കിലും സ്ഥാനം നൽകിയ അള്ളാഹുവിനെ അവരെന്തുകൊണ്ട് ഈ സമീപനം സ്വീകരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങൾ ലീ എന്ന വാക്കിനുണ്ട്. അപ്പോൾ ലീലാഫ് ഖുറൈശികളുടെ കാര്യം അത്ഭുതം തന്നെ. ഈലാഫിഹിം രഹ്ലത ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുള്ള ഒരു ഇണക്കം. ഓക്കെ, ഇത് യാത്രയെക്കുറിച്ച് രഹ്ല അറബികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യാത്രകൾ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ ട്രാവലിംഗ് ചെയ്യുന്ന ആളുകൾ പലരും ഉണ്ടാവും. യാത്രകൾ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഇസ്ലാമിൽ, എന്താ തോന്നുന്നത്? ഒരു ഉദാഹരണം പറയും. വൈ? പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് പിന്നെ അവരവര് ഓരോ ഭാഗത്തേക്ക് കുതിരയെ തിരിച്ചിട്ടോ ആ ഭാഗത്തേക്ക് എല്ലാവരും യാത്ര ചെയ്തു പോയി എന്ന് പറയുന്നില്ലേ? പിന്നെ യുദ്ധത്തിന്റെ സമയത്ത് അപ്പൊ ഒന്ന് ഈ യാത്രകൾ, അതായത് ദഅവത്തിന് വേണ്ടിയുള്ള യാത്രകൾ സ്വഹാബികൾ നടത്തിയിട്ടുണ്ട്. പിന്നെ റിസർച്ചിന് ഓരോ സ്ഥലം കാണാൻ വേണ്ടി പോയിട്ടില്ലേ? മറ്റേ ചരിത്രത്തിൽ ഖുർആനിന്റെ ചരിത്രം വന്നപ്പോ, ചരിത്രം പറഞ്ഞപ്പോ ആ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയിട്ടില്ലേ? ഓക്കെ, ചരിത്ര ഭൂമികൾ കാണാനുള്ള യാത്ര. ഓക്കെ, അല്ലെങ്കിൽ ടൂറ്, അല്ലേ? ടൂറ്. സീറൂഫിൽ അർളിന്ന് ഖുർആനില് പറയുന്നുണ്ടല്ലോ. അതായത് അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടി ഓരോ സ്ഥലങ്ങളും കാണുമ്പോൾ അള്ളാഹുവിനെ അതിലൂടെ കണ്ടെത്തുന്നത്. അതെ. ഓക്കെ, അങ്ങനെയുള്ള യാത്ര. വേറെന്താ യാത്രകളിലെ? എല്ലാവരും ഒന്ന് പറയട്ടോ, സിമ്പിളായി പറയാം. വേറെന്താ യാത്രകളിലെ? ഒന്ന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താനുള്ള യാത്ര, ടൂറ് പറഞ്ഞു, പിന്നെ ക്ഷേത്രഭൂമിയിൽ പറഞ്ഞു. പിന്നെ യാത്രയുടെ പേർപ്പസ് പറയുമ്പോൾ വേറൊന്ന് ഹിജ്റ പോയി, അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ മുഹറത്തിലേക്ക് പ്രവേശിച്ചല്ലോ.
ഇപ്പൊ ഇതിന്റെ റെലവൻസ് തന്നെ എന്താ? ഹിജറ അല്ലേ? ഹിജറ. ഹിജറ. യെസ്. അത് 2 ഹിജറകളുണ്ട്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ യാത്ര. പിന്നെയോ മൂസാ നബി താഴ്ച അലൈഹി അല്ല മൂസാ നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം ഫിർഔൻ അല്ല ഇസ്രായേലി സമൂഹത്തെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആ ഒരു ഹിജറ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് രഹ്ലത്ത് നേരത്തെ പറഞ്ഞ പോലെ സഫർ ഇങ്ങനെ വ്യത്യസ്ത വാക്കുകളുണ്ട്. ഖുർആനിൽ ഏകദേശം 10-15ഓളം തവണ 14 ഏകദേശം അത്രത്തോളം തവണ എന്ത് ചെയ്യുന്നുണ്ട്? യാത്ര ചെയ്യാൻ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പറയുന്നൊരു സംഗതി എന്താണോ, അതിൻ്റെ ഗുണം എന്താണോ? നിങ്ങൾ ഫ്രോഗ് ഇൻ ദി വെൽ എന്ന് കേട്ടില്ല? എന്താ അർത്ഥം? കിണറ്റിലെ തവളയാ. കിണറ്റിലെ തവളകൾ. ഈ കിണറ്റിലെ തവള കാണുന്ന ലോകം എന്തായിരിക്കുന്നോ? തവള മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു റൗണ്ട് കാണും. ഓക്കെ. ആകാശം. ആകാശം തന്നെ ഫുള്ള് കാണൂല, ഒരു റൗണ്ട് മാത്രമേ കാണുള്ളൂ. മുകളിൽ ആകാശം, പിന്നെ അതിനപ്പുറമുള്ള ഒന്നും തവള കാണൂല. അതാണ് ഇങ്ങനെയുള്ള ലോകത്ത് ജീവിക്കുന്നവരാണ് നല്ലൊരു ശതമാനം മനുഷ്യരും. പക്ഷേ ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ ലോകം കാണും അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഞാൻ സിമ്പിളായി ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഡൽഹിയിൽ നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ നാട്ടിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പോൾ മഹലിൽ ഒരു ചെറിയൊരു സ്ഥാനം കിട്ടാൻ വേണ്ടി അടി ഉണ്ടാക്കുക, അങ്ങനെ ചില ഈഗോൻ്റെ ചില പ്രശ്നങ്ങൾ, ഇത് കാണുമ്പോൾ നമുക്ക് തോന്നൂലേ എന്തായി മനുഷ്യർ ലോകം കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. ക്ലിയർ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? സൗണ്ട് പോയല്ലോ, ഒന്നും കേൾക്കുന്നില്ല. പെട്ടെന്നില്ല. കട്ടായി പോയല്ലോ. സാർക്ക് എന്തോ കണക്ഷൻ പ്രോബ്ലം തോന്നുന്നുണ്ട്. ഷെബീന ക്ലാസ് കേൾക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ക്ലാസ് കേൾക്കുന്നില്ല. അത് സാറിന്റെ എന്തോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ കറണ്ട് പോയി, വൈഫൈ കട്ടായി. ഇപ്പൊ കേൾക്കുന്നില്ലേ? കേൾക്കാം. ക്ലിയർ ആണ്. ഞാൻ ഹാളിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ഇതില് പിന്നെ അപ്പൊ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹജ്ജില് അള്ളാഹു പറയുന്നുണ്ട്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മോട് ചോദിക്കാട്ടോ, ഖുർആനിൽ ചില പ്രയോഗമാണ് സീറു അല്ലെങ്കിൽ അഫലം യസീറു, ഇങ്ങനെ പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാൻ പറ്റും. ഈ സാറ അർത്ഥം എന്താ? സാറ യാത്ര, നടന്നു. ഓടി അല്ലെ, സഞ്ചരിച്ചു. നിങ്ങൾക്ക് ഞാൻ പിന്നെ പണ്ട് +1 പഠിക്കുമ്പോ ഈ സാറ എന്ന വാക്ക് മനസ്സിലാക്കാൻ ഈ അധ്യാപകൻ പറഞ്ഞൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ ചിലത് കണക്ട് ചെയ്യുന്ന പറയുമ്പോ അല്ലേ, പിന്നെ ഒരു തമാശ കേട്ടോ, തമാശ എടുത്താൽ മതി. സാറ എന്താ അർത്ഥം? ഓടി അല്ലെ? ഈ അറബിയിൽ ഒരു വാക്കുണ്ട് അംസക്ക. അർത്ഥം എന്താ? എന്താ? അംസക്ക.
പിടിച്ചു. പിടിച്ചു. ആ അപ്പൊ ഇങ്ങനെ അറിയാം, സാറ ഓടി, അംസക്ക പിടിച്ചു, അങ്ങനെ അറിയാം. അങ്ങനെ ഉണ്ടല്ലോ അംസക്ക. ഓക്കെ, അത് പെട്ടെന്ന് മൈൻഡിൽ നിൽക്കും ചില കണക്ട് ചെയ്യാൻ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇൻഷാല്ലാ. അപ്പൊ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് സീറു, അള്ളാഹു ചോദിക്കാട്ടോ, അഫലം യസീറു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, അങ്ങനെ എന്താ ഗുണം? ഇപ്പൊ തക്കൂനു ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, നിങ്ങൾക്ക് എന്തുണ്ടാകും? കൽബുകൾ ഉണ്ടാകും. യഅഖിലൂന ബിഹാ, നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതായത് കറക്റ്റ് അക്കൽ ഉപയോഗിക്കുന്ന കൽബുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഔ ആദാനു യസ്മഊന ബിഹാ, നിങ്ങൾക്ക് കേൾക്കുന്ന എന്തുണ്ടാകും? ചെവികൾ ഉണ്ടാകും. ഓക്കെ. ഔ അഅ്യുനു യുബ്സിറൂന ബിഹാ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കാണുന്ന കണ്ണുകൾ ഉണ്ടാകും. എന്റെ അള്ളാഹു പറയുന്നതാണോ? ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, ശരിക്കും നിങ്ങളെ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുക. പിന്നെ എന്തിനാ അന്ധത ബാധിക്കുക? ഹൃദയം. വലാകിൻ തഅമൽ ഖുലൂബിൽ ലത്തി ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള നെഞ്ചുകളുടെ ഹൃദയങ്ങൾക്കാണ്. ഈ അന്ധത ബാധിക്കാതിരിക്കാൻ ട്രാവലിംഗ് നിങ്ങളെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോ ശരിക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണെന്ത്? ഇസ്ലാമിലെ യാത്രകൾ എന്ന് പറയുന്നത്. യാത്രകൾ. അപ്പൊ നമ്മളും അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ മതി. നമ്മൾ ലോകം കണ്ട ആളുകൾ അല്ലാത്തവർ നമ്മളുടെ ജീവിത വീക്ഷണങ്ങൾ തമ്മിൽ എന്തുണ്ടാകും? ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ ഖുറാനിൽ പറയുന്നുണ്ട് ഫൻളുറു കൈഫ ബദഅൽ ഖൽഖ്, എങ്ങനെയാണ് സൃഷ്ടിപ്പ് തുടങ്ങിയത്, അല്ലെങ്കിൽ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ. നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഇങ്ങനത്തെ യാത്രകൾ നടത്താൻ, അതായത് ഏത് വ്യത്യസ്ത നാടുകൾ കാണാൻ, ചരിത്ര ഭൂമികൾ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഖുർആനിൽ പല സ്ഥലങ്ങൾ അതിലൊക്കെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് സീറു എന്ന് പറഞ്ഞേ, നിങ്ങൾ ഓടണം, സഞ്ചരിക്കണം. അപ്പൊ ഇതൊരു കൽപ്പനയാണ് അല്ലെ? കൽപ്പനയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ക്ലാസ്സിന്റെ ഒരു ടേക്ക് അവേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു നിയത്തോടു കൂടി എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യണം അല്ലെ? അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. എന്നുണ്ടല്ലോ, അത് ഭയങ്കര ഒരു സൽക്കർമ്മമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ യാത്രകള്, അറബികളെ കുറിച്ച് അവർ കച്ചവട യാത്രകളാണ് പ്രധാനമായി നടത്തിയത് അല്ലെ? പക്ഷെ ഇസ്ലാമിന്റെ ഇതില് നിങ്ങൾ വിദ്യാർത്ഥിക്ക് പറയുന്ന പേരെന്താ? സ്റ്റുഡന്റിന് അറബിയിൽ പറയുന്ന പേരെന്താ? ത്വാലിബ്, ത്വാലിബ് അല്ലെ? എന്താ ത്വാലിബിന്റെ അർത്ഥം? അന്വേഷിക്കുന്നു. ത്വലബ അല്ലെ? വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ കുറച്ച് അന്വേഷിക്കുന്നവൻ, സീക്കിംഗ് നോളജ്. അപ്പൊ എന്ന് പറഞ്ഞാല് അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ അറിവിന്റെ അന്വേഷണ യാത്രകൾ അല്ലെ, ഇമാം ഗസാലിന്റെ ചെറുപ്പത്തിലുള്ള യാത്രകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹദീസുകളുടെ ചരിത്രം, ഹദീസ് കോഡിങ്ങിന്റെ ചരിത്രം മാത്രം പഠിച്ചാല് നമുക്ക് അറിവന്വേഷണ യാത്രകൾ എത്രത്തോളം ഉണ്ട് അല്ലെ? അപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നതാണ് ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി തുടങ്ങിയത് ഇന്നത്തെ കാലത്താണ്. അതൊക്കെ വെറുതെ. അങ്ങനെ ട്രെൻഡിങ് ഉണ്ട്, പക്ഷേ ഓവർസീസ് എഡ്യൂക്കേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇപ്പൊ അല്ലാമ ഇക്ബാൽ എവിടെ പഠിച്ചത് അറിയോ? ജർമ്മനിയിലാണ് പഠിച്ചത് അല്ലെ? ഇംഗ്ലണ്ട് പഠിക്കുന്നുണ്ട്. മൗലാന മുഹമ്മദ് അലി ഓക്സ്ഫോർഡിലെ ലിങ്കൻ കോളേജ് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ അപ്പൊ നമുക്ക് തോന്നും അപ്പൊ അന്ന് വ്യത്യസ്ത നാടുകളില് അങ്ങനെ വിദ്യാഭ്യാസം നേടിപ്പോയ ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞാല് ഇസ്ലാമില് വളരെ പ്രധാനമാണ്. മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൽ ജന്ന. ഒരാൾ ഇൽമു തേടി ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും? സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാനുള്ള യാത്ര. അപ്പൊ അതിന്റെ ഒരു റെലവൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൃഷ്ടാന്തങ്ങൾ കാണാന്ന് പറയുമ്പോൾ ഖുർആനിലെ ഓരോ സെന്റൻസിനും പറയുന്ന പേരെന്താ? എന്താണ്? ആയത്ത് അല്ലെ? ഖുർആനിൽ ഓരോ സെന്റൻസിനും പറയുന്ന പേര് ആയത്ത്. ഇതേ പ്രയോഗം ഖുർആൻ നടത്തുന്ന എന്തിനെ കുറിച്ചാണോ? എന്തിനെ കുറിച്ചാ? ദൃഷ്ടാന്തം. അപ്പൊ ദൃഷ്ടാന്തങ്ങൾ കാണുന്നതിനും നമ്മൾ പ്രപഞ്ചത്തിലൂടെ യാത്ര ചെയ്യണം. അല്ലെങ്കിൽ ഖുർആൻ അല്ലെ, ദൃഷ്ടാന്തങ്ങൾ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പൊ അള്ളാഹുവിനെ അറിയണം, എന്ത് ചെയ്യണം? ഈ പ്രപഞ്ചത്തിലൂടെ എന്ത് ചെയ്യണം? നമ്മൾ യാത്ര ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞ കുറെ ഈ എക്സാമ്പിൾസ് ഉണ്ട്, ഇങ്ങനെ സ്വർഗത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോ ആ എക്സാമ്പിൾസ് ഒക്കെ എവിടെ ഉള്ളതാ?
ഭൂമിയിലുള്ളതാ. അങ്ങനെയുണ്ടല്ലോ ഖുറാൻ പറയുന്നത്. അപ്പൊ അവനോട് ഒരു സുഹൃത്ത് പറഞ്ഞു, കശ്മീരിൽ പോയപ്പോ എന്തോ ഒരു അരുവിയോ എന്തോ കണ്ടപ്പോ എനിക്ക് ഈ ജന്നാത്തും തജ്രി മിൻ തഹ്തിൽ അൻഹാർ എന്നതിന്റെ കുറച്ചൊരു ഫീലിംഗ് ഇവിടെ കാണാൻ എനിക്ക് പറ്റിയത്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള യാത്രകൾ. പിന്നെ അതേപോലെ തന്നെ അന്ന് അധിനിവേശ യാത്രകൾ, നിങ്ങൾക്ക് മുസ്ലിം സ്പെയിൻ്റെ ഒക്കെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, അതായത് അക്രമികള് ഭരിക്കുന്ന നാടുകളിൽ നിന്ന് ആ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ, അല്ലെ? പിന്നെ വേറെന്താ, ഇങ്ങനെ നമുക്കിങ്ങനെ എണ്ണാണെങ്കിൽ കുറേ യാത്രകൾ നമുക്ക് കാണാൻ പറ്റും, ദഅവത്തിന് വേണ്ടിയുള്ള യാത്രകൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ യാത്രകൾ ഒരു വിശ്വാസിയുടെ ഒരു കൂടപ്പിറപ്പായിട്ട് മാറും. അങ്ങനെ ഉണ്ടല്ലോ. ശരിക്ക് ഖുർആനും സുന്നത്തും അതിന് നൽകുന്ന പ്രോത്സാഹനം എത്രയാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതുകൊണ്ട് എന്ത് നമ്മൾ തീരുമാനിക്കേണ്ടത്, നമ്മൾ യാത്രകൾ ചെയ്യാം, അല്ലെ? അള്ളാഹുവിന്റെ ഭൂമിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുക. പക്ഷെ ആ യാത്രയുടെ പേർപ്പസ് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ സൂറ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സംഗതി അതാണ്. നിങ്ങൾ എല്ലാ കാര്യത്തിലും അതിന്റെ മോട്ടിവേഷൻ, അത് ഈ ഹിജ്റയെ കുറിച്ച് പറയുന്നിടത്ത് മുഹമ്മദ് അസദ് ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താ? മക്കയിലേക്കുള്ള പാത. മക്കയിലേക്കുള്ള മുഹമ്മദ് അസദ് ഈ ഹിജ്റയെ രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന് ഹിസ്റ്റോറിക്കലി ആയിട്ടുള്ള ഹിജ്റ, എന്നാൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന യാത്ര. രണ്ടാമത്തേത് എന്ന് വെച്ചാൽ ഈ ധാർമ്മികമായിട്ടുള്ള, എന്താ പറഞ്ഞു അന്വേഷണവുമായി ബന്ധപ്പെട്ട യാത്ര. അല്ലല്ല, ധാർമ്മിക യാത്ര, അതായത് പൈശാചികതയിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള യാത്ര. മനസ്സിലായോ? മുഹമ്മദ് അസ് പറയുന്നതാണ്. അതായത് രണ്ടു തരം യാത്രകളുള്ളത്. ഒന്ന് ഹിസ്റ്റോറിക്കലി ഉള്ള യാത്രയാണ്. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാല് പൈശാചികതയിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് രണ്ടാമത്തെ യാത്ര. ഏത്? ഹിജ്റയെ കുറിച്ച് പറയാട്ടോ. അപ്പോ ഇസ്ലാമിലെ ഏറ്റവും പ്രധാന, ഇപ്പൊ ഇസ്ലാം ഇതിലൊക്കെ ലക്ഷ്യം വെക്കുന്ന എന്ത് യാത്രയാണ്? കേവലം ഒരു നാട് വിട്ടു പോക്കാണോ? അല്ല. അല്ല. എന്താണ് അദ്ദേഹം പറയുന്നതാണ്, പൈശാചിക അള്ളാഹുവിലേക്കുള്ള മനുഷ്യന്റെ പലായനമാണിത്. ഭൂമിശാസ്ത്രമായ നാടുപേക്ഷിക്കലോ പലായനമോ അതിന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടതാണ് പേർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിറൂല്ല. നിങ്ങൾ ഖുറാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനധികം ഇത് കൺക്ലൂഡ് ചെയ്യാട്ടോ, നമുക്ക് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ അള്ളാഹുലേക്കുള്ള പറയുന്നത് എന്താ? ഫിറൂ, നിങ്ങൾ സാരിഉ സാബിഖു, അള്ളാഹുലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? യാത്ര ചെയ്യുക, അതിൽ മത്സരിക്കുക, അതിൽ മുന്നേറുക, അല്ലെ? അപ്പം മുഹമ്മദ് അസ് പറയുന്ന ഇതാണ്, ഇതിന്റെയൊക്കെ പേർപ്പസ് അൾട്ടിമേറ്റ് എന്താണ്? അള്ളാഹുലേക്കുള്ള യാത്രയാവണം, അല്ലെ? മുഹമ്മദ് അസിന്റെ ലൈഫ് തന്നെ ഫുള്ള് യാത്രകളാണ്. എനിക്ക് ചിലപ്പോൾ തോന്നും അന്നത്തെ കാലത്തൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് മനുഷ്യന്റെ യാത്രകൾ, അല്ലെ? ഇങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരും തീരുമാനിക്കുക, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, അല്ലെ? ഒരു ലൈഫേ ദുനിയാവിലുള്ളൂ. ആ ലൈഫ് എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കണം. അതിനെന്ത് ചെയ്യണം? ഈ ലോകം നമ്മൾ കാണണം. ഈ ലോകം കാണണമെങ്കിൽ എല്ലാവരും പൈസ അല്ല, പൈസയേക്കാൾ വേണ്ട എന്താ? നമുക്ക് മനസ്സ് വേണം, തീരുമാനം വേണം. നമുക്ക് നല്ലൊരു വിൽ പവർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഭൂമിയിലൂടെ യാത്ര ചെയ്യും. അത് നമ്മളെ മനുഷ്യരാക്കും, റബ്ബിനെ അറിയാൻ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യും? ഖുറാൻ പറഞ്ഞതുപോലെ നല്ല ഉൾക്കാഴ്ചയുള്ള ആളാ, സൈറ്റ് അല്ല ഇൻസൈറ്റ് നമുക്ക് നൽകുന്നതായിരിക്കും ഇത്തരം യാത്രകൾ എന്ന്. അപ്പൊ അതിൽ മുഹമ്മദ് അസദിന്റെ ആ ഒരു ഇതും വെക്കുക, അതിന്റെ പേർപ്പസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക? ആ ഒരു ക്ലാരിറ്റിയും വെച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ ടേക്ക് അവേ ആയിട്ട് എല്ലാവരും മനസ്സിലൊന്ന് കുറിച്ച് വെക്കാം. ഇൻഷാല്ലാ ഞാൻ നല്ല യാത്ര നടത്തും. ഇനിയിപ്പോ പറ്റുമെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു യാത്രയും പോവാ. അങ്ങനെ ഉണ്ടല്ലോ. അത് ഈ ഒരു നീയത്തോടു കൂടി ആകുമ്പോൾ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് ഖുറാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ചോയ്സ് ആയിട്ടല്ല. ഖുറാൻ പറയുന്നത് എന്താ? സീറു എന്ന് പറയുന്നത്, നിങ്ങൾ യാത്ര ചെയ്യണം, ഓപ്ഷനിലായിട്ടല്ല. അപ്പൊ അത് അള്ളാഹുവിന്റെ കൽപ്പന നിലക്കൂടി എടുക്കുക. അപ്പൊ അള്ളാഹു ഇതിൽ പറയുന്നതാണ് ലീലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. അപ്പൊ ഇവിടെ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഖുറൈശികളുടെ യാത്ര എങ്ങനെയാണ്? അവരുടെ കച്ചവട യാത്രകളാണ്, അല്ലെ? ബിസിനസ് ട്രാവൽ. അപ്പൊ ഈലാഫിയും അവരുടെ യാത്ര റിഹ്ലത ശിതാഇ വസ്സൈഫ്, അവര് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും അവരുടെ യാത്രകളാണ് എന്ന് പറഞ്ഞാല്. അതുകൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ ഉഷ്ണകാലത്ത് കുറേശ്ശികൾ സിറിയയിലേക്കും ഫലസ്തീനിലേക്കും കച്ചവട യാത്രകൾ നടത്തിയിരുന്നു. കാരണം അവര് ഉഷ്ണകാലത്താകുമ്പോൾ സമ്മർ ഈ സമയത്ത്
അവിടെ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് തണുപ്പ്. ശൈത്യം, തണുപ്പായിരുന്നു. അതേപോലെ തന്നെ അവര് ദക്ഷിണ അറേബ്യയിലേക്കുള്ള വ്യാപാര യാത്രകളെ കുറിച്ചാണ് പറയുന്നത്. അല്ലെ, അവരുടെ ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും യാത്രകളെ കുറിച്ച് അള്ളാഹു പറയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഞാൻ വിശദീകരിക്കണ്ടല്ലോ, അവരുടെ കച്ചവട യാത്രകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ അള്ളാഹു പറയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്നോ, ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, നിങ്ങള് ഈ കഅബയുടെ നാഥന് ഇബാദത്ത് ചെയ്യുക. അതുകൊണ്ട് അപ്പൊ നമുക്ക് സൂറത്തുൽ ഫീൽ പഠിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവും. ശരിക്ക് ഈ അബ്രഹത്തിന്റെ കാബ ആക്രമണ സംഭവം നടന്നതിന് ശേഷം അതുവരെയും ഖുറൈശികൾക്ക് നാട്ടിൽ ഭയങ്കര വിലയാട്ടോ. പക്ഷെ അബ്രഹത്തിന്റെ കാബയുടെ ആക്രമണം വന്നപ്പോ തന്നെ അതിനുശേഷം വില കൂടി. കാരണം അവർക്ക് മനസ്സിലായത് ഖുറൈശികൾ മീൻസ് കാബ അള്ളാഹുവിൻ്റെതാണെന്ന് ഒന്നുകൂടി ഉറപ്പായി. അപ്പൊ ഖുറൈശികൾക്കുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരെവിടെ യാത്ര ചെയ്താലും ഞങ്ങള് ഹറമിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കും. എന്ന് മാത്രമല്ല അവർക്ക് ആദരവ് ലഭിക്കും, അവരൊരാൾ അറ്റാക്ക് ചെയ്യൂല. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഒരു സാഹചര്യം ഉണ്ടായത്. അള്ളാഹു പറയാണ് അബദ യഅ്ബുദു, ഇബാദത്ത് ചെയ്യുക, റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബയുടെ നാഥന് ഇബാദത്ത് ചെയ്യുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത ആ നാഥൻ എന്ത് ചെയ്യാ, അവര് ഇബാദത്ത് ചെയ്യാം. അല്ലെ, എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ നാഥൻ എന്ത് ചെയ്യണം, അവര് ഇബാദത്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഇത് ഖുറൈശികളോട് ഇങ്ങനെ പറയാണ്, നമ്മളോട് എന്താ പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലൈഫിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നുള്ളതാണ്, അത് അള്ളാഹു എന്നുള്ളതാണ്. അല്ലെ, എന്താവട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളാവാം, ഇണയാവാം, ജോലിയാകാം, അല്ലെ, ബുദ്ധിയാകാം, ഇങ്ങനെ എല്ലാ സംഗതികളും കേട്ടോ, എന്തുണ്ടെങ്കിലും അത് അള്ളാഹുൽ നിന്നാണ്. അതുകൊണ്ട് ഖുറൈശികൾക്ക് കൊടുത്ത അനുഗ്രഹം അതാണ് കേട്ടോ. പക്ഷെ നമുക്കുള്ള അനുഗ്രഹം എന്താ നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് അവരോട് പറയുന്ന, ഖുറൈശിയോട് പറയുന്ന കാര്യം, റബ്ബ ഹാദൽ ബൈത്ത്, അൽ ബൈത്ത് എന്ന് പറയുന്നത് എന്താണ്, കഅബയാണ്. അപ്പോൾ ഫല്യഅബ്ദു അബദ യഅബ്ദു, അവർ ഇബാദത്ത് ചെയ്യട്ടെ, റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബയുടെ നാഥൻ എന്ത് ചെയ്യട്ടെ, അവര് ഇബാദത്ത് ചെയ്യട്ടെ. അല്ലെ, റബ്ബ ഹാദൽ ബൈത്ത്. ഓക്കെ, അപ്പം ഈ അൽ ബൈത്ത് എന്ന് അങ്ങനെ തന്നെ പറയാൻ കാരണം എന്തായിരിക്കും? എന്താണ്, എന്താ, സംരക്ഷണം നൽകുന്നത് കൊണ്ടാണോ? ബൈത്ത്. അൽ ബൈത്ത് ഉദ്ദേശിച്ച എന്താ? കാബ. 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 ഈ കാബോട് ഉൾക്കുന്ന ഉപകാരം എന്താണ്? രണ്ട് ഉപകാരം പറയാം, രണ്ട് ഉപകാരം മാത്രം. ഈ പറഞ്ഞ യാത്രകൾ. രണ്ടാമത്തത് ജനവിഭാഗങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു. എല്ലാരും ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ അവർക്ക് യശസ് കൊടുത്തു, അല്ലെ, സമ്പത്ത് കൊടുത്തു, സ്ഥാനമാനങ്ങൾ കൊടുത്തു, കുലീനത കൊടുത്തു, അല്ലെ, നിർഭയത്തുണ്ടാക്കി. യെസ്. അതില് വേറൊരു മെസ്സേജ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഇങ്ങോട്ടും ഇപ്പോഴും കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് പൊതുവെ വെച്ചാല് ഈ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, ശഅഇറുല്ലാ, ഈ ചിഹ്നങ്ങളുടെ ആദരവ് ഭയങ്കര ഘടകാട്ടോ. ഇപ്പം ഖുറൈശികൾക്ക് ഈ ഒരു യശസ്സിന് കാരണം അള്ളാഹുവിന്റെ ഭവനത്തെ ചേർത്ത് പിടിച്ചാട്ടോ. ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇന്നും ഈ സൗദി ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ അൽ മലിക് സൽമാൻ, അല്ലെ, രണ്ട് ഹറമുകളുടെ ഖാദിം ആരാണ്? ഈ രാജാവ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അറബികൾക്ക് അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയുന്നത് അത് ഭയങ്കര സംഭവമായിരുന്നു. അതിന്റെ സംരക്ഷണം എന്ന് പറയുന്നതോ അത് വലിയ ഒരു പദവിയും സ്ഥാനവുമായിട്ട് അവർ കണക്കാക്കിയത്. അങ്ങനെയുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഭവനം എന്നുള്ളത് ആ മഹത്വം അവർ കൽപ്പിച്ചിരുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് ഹാദൽ ബൈത്ത്, ഈ അൽ ബൈത്ത്. അപ്പൊ നമുക്കും യഥാർത്ഥത്തില് അള്ളാഹുവിന്റെ ഭവനം, ഒരു ഹദീസിൽ പറയുന്ന ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഒരാളെ കുറിച്ച് പറയാണ്, പരലോകത്ത് തണൽ നൽകുന്ന ആള്, ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദ്, അവരുടെ കൽബ് എന്താവും, പള്ളിയുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതായിരിക്കും. അല്ലെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് എന്ത് ചെയ്യണം, ഇതിലൂടെ കിട്ടണം. അതായത് അള്ളാഹുവിന്റെ ഭവനത്തിന് ഒരാൾ കൊടുക്കുന്ന പ്രാധാന്യം, അത് അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ബ്ലെസ്സിങ്,
അല്ലെ? ബ്ലെസ്സിങ് എന്തൊക്കെയായിരിക്കും? ഓക്കെ. പിന്നെ അള്ളാഹു പറയുന്നത് അല്ലദീ അത്അമഹും മിൻ ജൂ, എന്തിനാണ് നിങ്ങൾക്ക് വിശപ്പിന് ആഹാരം തന്നത് ആരാണ്? ജൂ എന്താ അർത്ഥം? ജൂ എന്താണ്? വിശപ്പ്. വിശപ്പ്. അല്ലദീ അത്അമഹും മിൻ ജൂ, നിങ്ങൾക്ക് വിശപ്പിന് അന്നം നൽകിയത് ആരാണ്? അള്ളാഹു. അത്അമ യുത്ഇമു, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സൂറ പഠിച്ചില്ലേ? ഇത്ആം അല്ലെ? ഇത്ആമുൽ മസാക്കീൻ, മിസ്കീൻ അന്നം കൊടുക്കുക. അപ്പൊ അല്ലദീ അത്അമഹും മിൻ ജൂ, നിങ്ങൾക്ക് വിശപ്പിന് അന്നം നൽകിയത് ആരാണ്? അള്ളാഹു ആണ്. അങ്ങനെയാണോ? എന്താ പറഞ്ഞ അർത്ഥം? നിങ്ങൾക്ക് ഖുർആനിൽ വേറെ സൂറകൾ കണക്ട് ചെയ്ത് അതിന്റെ അർത്ഥം മനസ്സിലാവും. എന്താ വിശപ്പിന് അള്ളാഹു അങ്ങനെ അന്നം നൽകിയത്? ഭൂമിയിൽ ഇതെല്ലാം സൃഷ്ടിച്ചു, കഴിക്കാനുള്ളതെല്ലാം സൃഷ്ടിച്ചു. ഓക്കെ. വേറെന്താ? നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. വേറെന്താ പറഞ്ഞേ? കാബയുടെയും അല്ലെങ്കിൽ മക്കയുടെയും സാഹചര്യം വെച്ച് നോക്കുമ്പോ എന്താ? ഐശ്വര്യം ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറ ബീവിയെ മക്കയിൽ കൊണ്ടുവിടുമ്പോ എന്താ പറഞ്ഞത്? റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈറി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. പടച്ചോൻ, എന്റെ മക്കളെ ഞാൻ കൊണ്ടുവിടുന്ന എവിടെയാന്നോ? നിന്റെ അൽ ബൈത്ത് അല്ലെ, ബൈതിക്കൽ മുഹറം, കാബയാണ് ഉദ്ദേശം കേട്ടോ. പക്ഷെ ഗൈറ സീ സറഇൻ, ഒരു കച്ചവടം ഒരു ബിസിനസ്സും ഇല്ലാത്തൊരു സ്ഥലമാണത് അല്ലെ? ശരിയല്ലേ? അന്ന് വെള്ളം പോലും ഇല്ല. ഇബ്രാഹിം അലൈഹി സ്വലം പ്രാർത്ഥിച്ചെന്താ? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, നിർഭയത്വമുള്ള നാടാക്കണം അല്ലെ? നിർഭയത്വമുള്ള നാടാക്കണം. പിന്നെന്താ പറയുന്നത്? വറുസുഖ് അഹ്ലഹു മിനത്ത് തമറാത്തി മൻ ആമന ബിൻഹു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹു തിരുത്തുന്ന ഒരു സന്ദർഭം അത്. അള്ളാഹു റിസ്ക് കൊടുക്കണം അല്ലെ? റിസ്ക് കൊടുക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥനയുടെ പുലർച്ചെയാണ് പിന്നീട് സംഭവിച്ചത് അല്ലെ? അല്ലദീ അത്അമഹും മിൻ ജൂ. ഇന്ന് ലോകത്ത് എനിക്ക് തോന്നുന്നത് ഇത്ര നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോ ഈ പല ആളുകളും ഈ മലയാളി ഫുഡ് തന്നെ ഏറ്റവും ടേസ്റ്റുള്ള എവിടെ നയിക്കുന്നു? മക്കത്ത് നയിക്കും. നിങ്ങൾ പലതരം വെറൈറ്റീസ് അത് നിങ്ങൾ എന്താ വെച്ചാല് പാക്കേജ് കുറച്ച് കൂടിയാൽ എന്ത് ചെയ്യുന്നോ? അല്ലാ, ഇവിടെ വന്ന് അങ്ങനെ ഉണ്ടാവില്ലേ? ഉംറ കഴിഞ്ഞ് വരുമ്പോ നീ അങ്ങനെ ഉണ്ടാവില്ലേ? യാത്രാ ക്ഷീണത്തേക്കാൾ എന്താ പറയാ, നീ ഒന്ന് ഉഷാറായിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇടക്ക് ഉംറക്ക് പോവാം അല്ലെ? അങ്ങനെ ഉണ്ടല്ലോ. തമാശയല്ല കേട്ടോ. ഈ പോയ ആൾക്ക് അനുഭവം ഉണ്ടാവും അല്ലെ? നല്ല ഭക്ഷണം കിട്ടും. അത് പാക്കേജ് ചെറിയ പാക്കേജ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കുറച്ചൊരു കോംപ്രമൈസ് വരുന്നത്. അത് നിങ്ങൾ നോക്കിയോ, നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ഇന്തോനേഷ്യക്കാരുണ്ടാവാം, അല്ലെങ്കിൽ മലേഷ്യക്കാരുണ്ടാവാം, മറ്റു കൺട്രീസിലെ ആളുകൾ ഉണ്ടാവാം അല്ലെ? ആരെങ്കിലും പോയതുണ്ടോ? അലിഹ ഹജ്ജിന് വീട്ടിൽ ഹജ്ജിന് വീട്ടിലല്ലേ? ഏത് വർഷം? കഴിഞ്ഞ വർഷം? എന്റെ 10 വർഷം 2022 നിങ്ങൾക്ക് അവിടെ ഭക്ഷണം കിട്ടിയിരുന്നോ? നിങ്ങൾ ഗവൺമെന്റാ പോയത്? ഞങ്ങള് ഡൽഹി ഗവൺമെന്റ് ഇവിടെ ഡൽഹിയിൽ നിന്ന് പോയത് ഗവൺമെന്റ്. അപ്പം ഇത്ര ആയിക്കൊള്ളുന്നില്ല ഗവൺമെന്റ് ആകുമ്പോ. ഉംറക്ക് പോയ ഫീല്, ഉംറക്ക് പോയാല് ഗ്രൂപ്പൊക്കെ പോയാരുമില്ല. എനിവേ, നിങ്ങൾ ഇനി പോകുന്നവരൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഹോട്ടലിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ പാകിസ്ഥാൻകാരുണ്ടാവും, അല്ലെങ്കിൽ ബംഗ്ലാദേശുകാരുണ്ടാവും, അല്ലെങ്കിൽ ഇന്തോനേഷ്യക്കാരുണ്ടാവും, മലേഷ്യക്കാരുണ്ടാവും, പല കൺട്രീസ്. എല്ലാവർക്കും അവരുടെ ഫുഡ്, അവരുടെ ഡിഫറെന്റ് വെറൈറ്റീസ്. ഇതൊക്കെ ഈ ഈ ഒരു ദുആന്റെ ഫലമാണ്. അല്ലെങ്കിൽ എന്താണ്, ഭയങ്കര ഒരു ദൃഷ്ടാന്തം നമുക്കതിലുണ്ട് കേട്ടോ. അല്ലദീ അത്അമഹും മിൻ ജൂ. ശരിക്കും ഖുറൈശികളെ കുറിച്ച് പറയുന്നത് ഒരു കാലത്ത് അവർ പട്ടിണിയിലായ ഒരു സമൂഹമായിരുന്നു. പക്ഷെ അവർക്ക് അന്നം നൽകിയത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ നമുക്ക് ഇതിലും കിട്ടേണ്ട ഒരു ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസ്ക് തരുന്ന ആരാ? അള്ളാഹു. നമ്മുടെ ലൈഫിൽ ഞാൻ ഉറപ്പിച്ച് പറയാം കേട്ടോ, നമ്മുടെ ലൈഫിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടാത്തൊരു കാര്യം എന്താണോ? റിസ്ക്. റിസ്ക്. കാരണം പക്ഷെ പണിയെടുക്കണുണ്ടോ? വീട് വെറുതെ ഇരിക്കരുത്. പക്ഷെ റിസ്ക് തരുന്ന് പ്രോമിസ് ചെയ്ത ആരാണ്? അള്ളാഹുവാണ്. എനിക്ക് അള്ളാഹു നിശ്ചയ റിസ്ക് എന്റെ അടുത്ത് എത്തും.
എനിക്കെത്തും. മുത്തഖികളെ കുറിച്ച് പറയുന്ന ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, മുത്തഖിയെ ജീവിച്ച ആൾക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവരുടെ ജീവിതത്തിന്റെ സൗന്ദര്യം എന്താണോ അവൻ വിചാരിക്കാത്ത വിധത്തിൽ അള്ളാഹു എന്ത് ചെയ്യും, അവർക്ക് റിസ്ക് കൊടുക്കും. വിചാരിക്കാത്ത വിധത്തിൽ റിസ്ക് കൊടുക്കും. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, സൂറത്തുൽ ഹൂദിലെ തുടക്കത്തിലായതാ. ഭൂമിയിൽ ഒരു ജീവിയില്ല അള്ളാഹു അവർക്ക് റിസ്ക് ഏർപ്പെടുത്തിയിട്ടല്ലാതെ. അങ്ങനെയുണ്ടല്ലോ. അതുകൊണ്ടാണ് പിന്നെ അതിനൊരു നിങ്ങൾക്കൊരു ചലഞ്ച് തരാം കേട്ടോ. ഇതിൽ ചലഞ്ച് തരാം. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് കുറയണമെന്ന് എനിക്ക് തോന്നട്ടോ. ഈ ഫലസ്തീന്റെ ഏറ്റവും വലിയ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ് ഫലസ്തീൻ, അല്ലെ? ജനസാന്ദ്രത, അല്ലെ? ഫലസ്തീനിലെ ഉമ്മമാരുടെ പ്രത്യേകത എന്താണോ? അവർക്ക് പ്രൊഫഷൻ ഉണ്ടാവും, കരിയർ ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ അടുത്ത് കണ്ടില്ലേ ഒരു പീഡിയാട്രിഷ്യന്, ഗസയിലെ ഒരു പീഡിയാട്രിഷ്യൻ, അവർക്ക് എത്ര മക്കളാണ്? 10 മക്കൾ, അല്ലെ? അതിൽ 9 പേരെ ഇസ്രായേൽ കൊന്നു. പക്ഷെ നിങ്ങൾ നോക്കൂ, അവരാരാണ്? പീഡിയാട്രിഷ്യനാ. ഉണ്ടാവില്ലേ? അവര് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ഈ സിറ്റുവേഷനിൽ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അവര്. അവർക്ക് എത്ര മക്കളുണ്ട്? 7 മക്കളല്ലേ? 10 അതിൽ 9 പേരെ കൊല്ലപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് അത് ഫലസ്തീനി ഉമ്മമാരുടെ ഇതാണ്. അതായത് ഉമ്മമാരുടെ എന്താ വെച്ച് കഴിഞ്ഞാല് ഏറ്റവും വലിയൊരു ഇതെന്താ, അവര് നല്ല മക്കൾ എന്ത് ചെയ്യുന്നു, സംഭാവന ചെയ്യും, അല്ലെ? എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. മക്കളുള്ള ആളുകൾക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ മക്കൾക്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടുന്നത്, അങ്ങനെയുണ്ടല്ലോ, വലിയ നേട്ടങ്ങൾ അത് നിങ്ങൾ കാണുന്നത്, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് വേറെ എന്തിനാ കിട്ടുക? പറ. നിങ്ങൾക്ക് കുറെ സാലറി കിട്ടുമ്പോ ആ സന്തോഷം കിട്ടോ? ഇല്ല. കിട്ടോ? കുറെ നല്ല സാലറി കിട്ടുമ്പോ കിട്ടോ? ഒരിക്കലില്ല. കിട്ടും, പക്ഷെ മക്കളെക്കാൾ ഇല്ല. മക്കളെക്കാളില്ലല്ലോ. സാലറി സന്തോഷം ഉണ്ടാവും, അല്ല? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് ഒരു മനുഷ്യന്റെ ജീവിതത്തില് അവർക്ക് സ്വന്തമായിട്ടുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളാ. മരിച്ചുപോയാൽ നിങ്ങളെ വണ്ടി, നിങ്ങളെ വീട്, നിങ്ങളെ സ്വത്തൊക്കെ പോവും. പിന്നെ നിങ്ങളെ പേരൊന്നും ഉണ്ടാവില്ല, അത് വേറെ ആളുടെ പേരായിരിക്കും. പക്ഷെ നിങ്ങളെ മക്കൾ ആരായിരിക്കും? നിങ്ങളതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് പിന്നെ ഖുറാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ റിസ്ക്, സൂറത്തുൽ ഇസ്രായേൽ അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങൾ വഖളാ റബ്ബുക എന്ന് പറയുന്ന ഭാഗയിലെ അതിൽ പറയുന്നുണ്ട്, വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലരുത് കേട്ടോ. നഹ്നു നർസുഖുഹും വയ്യാക്കും, ഓൽക്കും നിങ്ങൾക്ക് റിസ്ക് തരുന്ന ആരാ? ഞാനാണ്. പറയുമ്പോൾ ഞാനിങ്ങനെ ബാംഗ്ലൂരിലെ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചിരുന്നു, എന്തേ 2 മക്കളാക്കിയത്? അപ്പൊ മൂപ്പര് പറഞ്ഞു തന്നോ, ഫീസേ താങ്ങാൻ പറ്റില്ല കേട്ടോ. അതായത് സ്കൂൾ ഫീസ് ഉണ്ടല്ലേ. അപ്പൊ അള്ളാഹ് പറഞ്ഞു വെച്ചാല് എനിവേ ഇതൊക്കെ ഈ കുറെ ഫാമിലി പ്ലാനിങ്ങും ഇതൊക്കെ ഭയങ്കര തോട്ട്സ് ആണ്. പിന്നെ ഈ ജെൻഡർ ഇംബാലൻസ്, ഫീമെയിൽ ഫീറ്റിസ്, അതൊക്കെ വലിയ വിഷയമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ വിശ്വാസികൾ നിലക്ക് റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തടസ്സമാകാൻ പാടില്ല റിസ്ക്. കാരണം അല്ലദീ അത്അമഹും മിൻ ജൂ, വിശപ്പിന് അന്നം നൽകുന്നവൻ ആരാ? അത് അള്ളാഹു മാത്രമാണ്. അത് അള്ളാഹു മാത്രമാണ്. വിശപ്പിന് അന്നം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിർഭയത്തിൽ നൽകുന്ന ആരാ? അള്ളാഹു ആണ്. അല്ല, അപ്പം നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാണ്? അള്ളാഹു ആണ്. അതേപോലെ തന്നെ നിർഭയത്വം നൽകുന്നത്. മനുഷ്യനുണ്ട് 2 അവസ്ഥകൾ, അല്ലെ? ഒന്നെന്താണ്? അന്നം അനിവാര്യമാണ്. പിന്നെന്താണ്? നിർഭയത്വത്തോടെയുള്ള ജീവിതം, അല്ലെ? അറബികളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബികൾക്ക് രാത്രി കടന്നുറങ്ങാൻ ഭയങ്കര പറ്റൂല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ആരെങ്കിലും അവിടുത്തെ ഒരു സംസ്കാരം നോക്കണം കേട്ടോ. ഇസ്ലാം വന്നപ്പോഴുള്ള മാറ്റം, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുക, വീട്ടിൽ നിങ്ങളുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്. രാത്രി ഒരു സംഘം നിങ്ങളെ കൊള്ളയടിച്ചു, എന്താ ചെയ്യാ? പിടിച്ചോണ്ട് പോകും. പിന്നെ ഓല ഇഷ്ടത്തിന് എന്ത് ചെയ്യും? മനുഷ്യരെ അവർ ഉപയോഗിക്കും. ഇതാണ് അറബികൾക്ക് ഉണ്ടായിരുന്ന. അപ്പോൾ രാത്രിയിൽ അവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റൂല. നമ്മൾ നലിച്ചു പോകും. അതിന്റെ ഒരു അവസ്ഥ. ഇതിൽ നിർഭയത്വം നൽകിയ ആരാ? അള്ളാഹു ആണ്. അതായത് വിശേഷമായി ഇവിടെ പോയിന്റിൽ വരുമ്പോ ഖുറൈശികളെ തൊടാൻ ആൾക്ക് പേടിയാ. അബ്രഹത്തിന്റെ സംഭവമൊക്കെ നടന്നതിന് ശേഷം പ്രത്യേകിച്ചും. അതുകൊണ്ട് ഈ നിർഭേദം തരുന്ന ആരാണ്? അള്ളാഹു ആണ്, ഈ നാഥനാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ മനസ്സിൽ നമ്മൾ പറയുന്നത്, ഖുറാനിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുൽ വിശ്വസിക്കുന്ന
അല്ലെ, വല്യവുമുൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരെന്ത് ചെയ്യണ്ട, പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലെ, വലാ തഹ്നു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളെ മുഅ്മിനീങ്ങളെ ഏറ്റവും ഉന്നതരുള്ളത്, നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. ഈ അപ്പം ഖൗഫിൽ നിന്ന് നിർഭയത്ത് നൽകാന്ന് വെച്ചാല് നമുക്ക് പേടിക്കേണ്ട എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്? അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല്, ഞാൻ ഉദാഹരണം പറയാം. നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഫീലിംഗ് ആണ്. ഞാൻ സിമ്പിൾ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നിങ്ങള് രാത്രി ഒറ്റക്ക് പുറത്തിറങ്ങുന്നതും നിങ്ങളുടെ കൂടെ രണ്ടാള്, നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ എനിവേ ഫ്രണ്ട്സോ ആരെങ്കിലും, രണ്ടും ഒരുപോലെയാണോ? അല്ല. അല്ലല്ലോ, അല്ലേ? പക്ഷേ ഇപ്പൊ സിമ്പിൾ ഉദാഹരണം പറഞ്ഞാല്, ഒരു കുട്ടിയോട് നിങ്ങൾ രക്ഷിതാവ് പറയാണ് രാത്രി 2 മണിക്ക് ഇനി ഒന്ന് പുറത്ത് ഷോപ്പിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഒരു സാധനം വാങ്ങിയിടണം. കുട്ടി ധൈര്യപ്പെടോ? ഇല്ല, പേടിയുണ്ടോ? അപ്പൊ ഉപ്പ പറയും, അല്ല ഉമ്മ പറയും, ഞാൻ വരാം. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? ഉപ്പാന്റെ കൈ പിടിച്ച് പോകും. അപ്പൊ കുട്ടിയപ്പോ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര കൂളായിരിക്കും. പേടി ഉണ്ടെങ്കിൽ ആർക്കേ ഉണ്ടാവുള്ളൂ? പിതാവിനെ ഉണ്ടോ? പിതാവിന് ഉണ്ടാവാം, അല്ലെ? അങ്ങനെ ഉണ്ടാവൂലേ? പക്ഷേ അപ്പൊ ആർക്കും എന്ത് സംഭവിക്കാം. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത എന്താ? നമ്മുടെ പ്രത്യേകത ആമനഹു മിൻ ഖൗഫ് എന്ന് പറയുമ്പോ ഇതൊക്കെ സൂറത്തുർ റഅദില് 12-13 ആയത്തെങ്ങനെ അള്ളാഹു പറയുന്നുണ്ട്, ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി. നമ്മുടെ അവസ്ഥ പറയാട്ടോ, നമ്മുടെ മുമ്പിലും പുറകിലും നമുക്ക് സംരക്ഷണം നൽകുന്ന മലക്കുകളുണ്ട്. സംരക്ഷണം നൽകുന്ന, നോക്കട്ടോ, നമ്മുടെ മുമ്പിലും പുറകിലും. യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, അള്ളാഹിന്റെ കൽപ്പന പ്രകാരം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അള്ളാഹ് മലക്കുകൾ അയച്ചതാ. അതിന്റെ പറയുന്നതാണോ? ഈ ഷിഫ്റ്റ് ആണ്. ഈ നമ്മുടെ സെക്യൂരിറ്റീസ് ഒക്കെ മാറുമല്ലോ, അതുകൊണ്ടല്ലോ സെക്യൂരിറ്റീസ് ഇങ്ങനെ ഓരോ ഷിഫ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതുപോലെ ഷിഫ്റ്റ് ആയിട്ട് നിങ്ങൾ അതിന്റെ വ്യാഖ്യാനം പഠിച്ചു വെക്കുക. ഷിഫ്റ്റ് ആയിട്ട് മലക്കുകൾ വരും, അല്ലെ, നമ്മുടെ മുമ്പിലും പുറകിലും. എന്തിനാ? യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, അള്ളാഹിന്റെ കൽപ്പന പ്രകാരം നമ്മളെ സംരക്ഷിക്കാനാട്ടോ. ആയത്തിൽ അള്ളാഹു പറയുന്നത്, പിന്നെ ഇത് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു അതേ ആയത്ത് തന്നെ പറയാം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വയം മാറാതെ അള്ളാഹു ഒരു സമൂഹത്തെയും മാറ്റുകയില്ല. നിങ്ങൾ ആയത്തൊന്ന് നോക്കുക. അപ്പൊ നമുക്ക് ശരിക്ക് വിശ്വാസികൾ എന്ന നിലയ്ക്ക് ആമനഹു മിൻ ഖൗഫ്, ഭയത്തിൽ നിർഭയത്വം നൽകുന്ന ആരാണ്? അള്ളാഹു ആണ്, അല്ലെ? അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മനസ്സിൽ അള്ളാഹു ഇങ്ങനെ ശാന്തിയും സമാധാനവും ഇങ്ങനെ ഇട്ടു കൊടുക്കും. അപ്പൊ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ, ഖുർആന്റെ പ്രത്യേകതയാണ്. ഖുർആൻ വളരെ വിശാലമായിട്ടുള്ള എന്താണ് ആശയ ലോകത്തേക്ക് ഖുർആൻ നമ്മളെ കൊണ്ടുപോകും. പക്ഷെ അതൊക്കെ നമ്മളെ കണക്ട് ചെയ്യുന്നതിലേക്ക്, നേരത്തെ മുഹമ്മദ് അസ് പറഞ്ഞതുപോലെ ഹിജ്റയെ കുറിച്ച് പറഞ്ഞല്ലോ, എന്തിലേക്കുള്ള പ്രയാണമാണത്? പൈശാചികതയിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള പ്രയാണമാണ്, അല്ലെ? അതാണ് യഥാർത്ഥ യാത്ര, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, ഖുർആൻ എപ്പോഴും പറയുന്ന വെച്ച് ഇതാണ്, ഖുർആൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന സാധനം, ഇലീനാ തുർജഊൻ, എന്നിലേക്കാട്ട മടക്കം, അല്ലെ? അല്ലെങ്കിൽ നമ്മള് ദുനിയാവില് വണ്ടിയിൽ കയറുമ്പോ എന്താ പറയാ? ഖുർആൻ പഠിപ്പിക്കുന്ന എന്താ? നിങ്ങൾ വാഹനത്തിന് പുറത്ത് കയറുന്നതിന് എന്തിനാ? അള്ളാഹു നിഅമത്ത് ഓർത്ത് നിങ്ങൾ എന്ത് പറയാനാണ്? സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ, ഈ വാഹനം എനിക്ക് ഒരുക്കിത്തന്ന അള്ളാഹുവിന് സർവ്വസ്തുതി, വമാ ലഹു മുഖ്രിനീൻ, എനിക്കതിന് കഴിയുമായിരുന്നില്ല. ഫഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, എന്റെ റബ്ബിലേക്കാണ് എന്റെ മടക്കം, അല്ലെ? അപ്പൊ നമ്മള് ഇൻഷാ അല്ലാഹ് ഈ സൂറ നമ്മള് പഠിക്കാണ്. അവയിലൂടെ നമ്മൾ അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിലേക്കുള്ള പ്രയാണം, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജറയെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറയുന്നുണ്ട്, അൽ മുഹാജിറു മൻ ഹജറ മാ നഹ അല്ലാഹു അൻഹു, അള്ളാഹു വിലക്കിയത് എന്താണോ അത് ഒഴിവാക്കുക, അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? യാത്ര ചെയ്യുക. അങ്ങനെയെങ്കിൽ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിസ്ക്, നമ്മുടെ നിർഭയത്വം, ഇതൊക്കെ ആര് തരും? അള്ളാഹു തരും. അത് നമ്മൾ അനുഭവിക്കും. അള്ളാഹു നമുക്ക് സംരക്ഷകനമാർ, അല്ലെ? മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി, അള്ളാഹു തവക്കുൽ ചെയ്ത് അള്ളാഹു മതി. എല്ലാ കാര്യം ആര് നോക്കും? അള്ളാഹ് നോക്കും. അതുകൊണ്ട് ആ പ്രതീക്ഷയോടെ നമ്മൾ മുന്നേറുക. ഇൻഷാ അല്ലാഹ് നമ്മളെ അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മള് ഇപ്പൊ എത്ര 3 മാസമായി, അല്ലേ? അപ്പൊ 3 മാസമായി.
പിന്നെ അൽഹംദുലില്ലാ നമ്മളെ ഒരുമിച്ച് കൂട്ടിയ അള്ളാഹു ആണ്. സർവസ്തുതി മാർക്കാണ്, പടച്ചവന് മാത്രമാണ്. എന്തെങ്കിലും ഹൈറുകൾ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പരിമിതികളാണ്. നമ്മൾ സൂറത്ത് നസ്ർ പഠിച്ചല്ലോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. അള്ളാഹുവിനെ എപ്പോഴും സ്തുതിക്കുക. ഫസ്തഗ്ഫിറുഹു. എന്നാൽ നമ്മുടെ വീഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എനിക്ക് ഈ ക്ലാസ് കൺക്ലൂഡ് എനിക്ക് പറയാനുള്ളത്, പിന്നെ ഞാൻ ഒന്നുകൂടി പറയാം. റിയലി ഇതുവരെ ഉണ്ടായ കുറഞ്ഞ കാലത്തെ അനുഭവം, ഒരു 10 ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 കൊല്ലമായിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഉണ്ടല്ലോ, ഇത്രയും റിഗറസ് ആയിട്ട് ഫോളോ അപ്പ് നടത്തുക, ക്വസ്റ്റ്യൻ ഇടുക, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? കൂടുതൽ ഇൽമു കൊടുക്കാൻ പരിശ്രമിക്കുക. അങ്ങനെ ഒരു ടീം, ആ ടീം ആണ് ഇതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അപ്പൊ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞ ഇത്ര വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ആണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ അള്ളാഹു ആ ഒരു എഫേർട്ട് എടുത്ത ആളുകളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാല്, പിന്നെ ഇപ്പൊ ഇന്ന് പ്രസന്റ് ചെയ്ത റജ എന്താ ചെയ്യുന്നത്? സ്റ്റുഡന്റ് ആണോ? അല്ല, ഞാന് സോഫ്റ്റ്വെയർ ഫീൽഡാണ്. ആ, വർക്ക് ചെയ്യുന്നല്ലേ? ഓക്കെ. അല്ല, പിന്നെ നമുക്ക് തോന്നിയ സംഗതി എന്ന് വെച്ചാല്, ഇതിൽ കുറെ ആളുകള് എന്താന്ന് വെച്ചാല്, പിന്നെ പ്രസന്റ് ചെയ്ത ഏകദേശം എല്ലാ ആളുകളും നന്നായി പ്രസന്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അള്ളാഹു കുറെ സ്കില്ല് തന്നിട്ടുണ്ട് അല്ലെ? അത് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ എൽമ പകർന്നു കൊടുക്കുക. അപ്പൊ അതിനെന്ന് വെച്ചാൽ നമ്മൾ വലിയ സ്കോളർ ആവുന്നല്ല, നമ്മൾ പറയുന്ന കാര്യം എന്താവുക? വലുവോ അന്യ വലുവായ ഒരായത്താണെങ്കിൽ ആൾക്ക് പറഞ്ഞു കൊടുക്കാം. അതാണ് പ്രധാനം. അപ്പൊ നമുക്ക് അതില് സവിശേഷമായിട്ട് ഈ പ്രൊഫഷണലുകളായ ആളുകൾ കുറച്ചും കൂടി ഖുറാൻ പഠിച്ച് പറയുമ്പോൾ അത് കുറച്ചും കൂടി കണക്ട് ചെയ്യും നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആയി ചെയ്യാൻ കഴിയും അത്. അങ്ങനെയാണ് പിന്നെ ലോകത്തുള്ള പല സ്കോളേഴ്സിനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഈ ഉമർ സുലൈമാൻ അല്ല, ഡോക്ടർ ഉമർ സുലൈമാൻ അറിയില്ല, US. അദ്ദേഹത്തിന്റെ ഈ റമദാനിലെ സീരീസ് ഉണ്ട്. സീരീസ് അല്ല, ഈ റമദാനിൽ ഓരോ ദിവസവും ജുസ് 1 ഡേ എന്ന് പറഞ്ഞിട്ട് അതിൽ ഓരോ ഗസ്റ്റ്, ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല, കുറച്ചിങ്ങനെ കണ്ടിരുന്നു. ഓരോ ദിവസം ഓരോ ഗസ്റ്റുകളും. അപ്പൊ ഓരോ ഗസ്റ്റും ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങളിങ്ങനെ ആ ഗസ്റ്റുകളൊക്കെ മനസ്സിലാവും. അങ്ങനെ ഉണ്ടല്ലോ. ഇതുപോലെ കുറെ ആളുകൾ ഖുറാൻ പഠിക്കാൻ തീരുമാനിച്ച ആളുകളാണ്. ഇൻഷാല്ലാ. അപ്പൊ നമ്മളൊക്കെ ആ അർത്ഥത്തില് നമ്മള് ഡൽഹിയിലുള്ളത്, പിന്നെ എഡ്യൂക്കേറ്റഡ് ആണ്. അങ്ങനെ കുറച്ചും കൂടി എന്ത് ചെയ്യണം? നമുക്ക് അള്ളാഹു തന്ന ഒരു അനുഗ്രഹം നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ പഠിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? എന്തെങ്കിലും ക്ലാരിറ്റി? ഇത്രയും ക്ലാരിറ്റി അല്ല, പിന്നെ ഇത്രയും കാലായിട്ടും പിന്നെ ഫിലസ്തീനില് ഈ പറഞ്ഞ നമുക്ക് ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ ആയത്തില് പറഞ്ഞ നിർഭയത്വമോ റിസ്കോ അവർക്കിപ്പൊ ഇല്ല. കുറെ വർഷങ്ങളായാലും അത് തുടരുന്നു. ആ അവസ്ഥക്കുള്ള കാരണമാണ് മനസ്സിലാവാത്തത്. അതിന്റെ അവസ്ഥകളുടെ കാരണം എന്ന് വെച്ചാൽ വെരി ക്ലിയർ. പിന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുറാൻ പറഞ്ഞത് സൂറത്തുൽ ബക്കറയില് 155-158 ഒരാൾ നോക്കും അത്. പിന്നെ അതായത് അള്ളാഹു പറയുന്നുണ്ട്, വലനബ്ലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, മിനൽ ഖൗഫി, എന്തുകൊണ്ടാ? പേടി, വൽ ജൂ, വിശപ്പ്, വനഖസിം മിനൽ അംവാൽ, എന്തുകൊണ്ടാ? നിങ്ങളുടെ സമ്പത്തിന്റെ നഷ്ടം. വനഖസിം മിനൽ അംവാലി വൽ അൻഫുസ്, ധനനഷ്ടം അല്ലെ? പിന്നെ പറയുന്നത് അതായത് ശരീരം, അതായത് ജീവൻ നഷ്ടം. സ്വാബിരീൻ, ക്ഷമാലുക്കളെ സന്തോഷവാർത്ത അറിയിക്കുക. ഇത് അള്ളാഹു പറഞ്ഞാണെന്ന് വെച്ചാൽ, വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉമർ സുലൈമാൻ പറയുന്നൊരു സംഗതി ഉണ്ട്. ലോകത്ത് ഇന്ന് ഉപ്പരെ അങ്ങനെ ക്ലിയർ ആയിട്ട് പറയാം, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ല മുഅ്മിനുകൾ ജീവിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, അത് ഫലസ്തീനാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഒന്ന് പ്രധാനമായിട്ട് ഫലസ്തീനിലെ ആളുകള് അവര് സ്വപ്നം കാണുന്നത്, ഇപ്പം മക്കള്
അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്ന ഉമ്മമാരെ കുറിച്ച് ഉമ്മ നിദാലൊക്കെ പറയുന്നുണ്ട്, മറിയം ഫർഹത്തൊക്കെ. അവര് സന്തോഷിക്കാണ്. അങ്ങനെ മാനുഷികമായ ഒരു വേർപാടിന്റെ വേദന ഉണ്ടെങ്കിലോ അതിനേക്കാൾ വലിയൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല്, നിങ്ങളെ മക്കള് പിന്നെ US പഠിക്കാൻ പോകുന്നിരിക്കാം. ഏഹ് അപ്പൊ പഠിക്കാൻ പോകുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് നിങ്ങളായിരിക്കൂലേ? ആണോ? എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ? ഒന്ന് കരയൂലേ? അല്ലെ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് ചെയ്യും? ഒരു കരച്ചിലുണ്ടാവില്ലേ? എന്നാൽ എന്റെ മോൻ പോവാണല്ലോ. എന്നാൽ ഉള്ളിൽ വലിയൊരു സന്തോഷം ഉണ്ടാവും, അല്ലെ? ഒരു ഉമ്മ പോലും നീ പോകല്ലേ എന്ന് പറഞ്ഞ അവിടെ പിടിച്ചു നിർത്തുവോ? ഇല്ല. ഇല്ല. ആ എന്നാൽ കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിന്നെ മകൻ മരിക്കുമ്പോൾ കരഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, പിന്നെ അതായത് ഏറ്റവും മികച്ചത് അള്ളാഹു അവർക്ക് നൽകാണ്. അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ ഷഹാദത്ത് എന്നത് എന്താണ്, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അപ്പൊ നമുക്ക് അല്പം തോന്നുന്നു നമുക്ക് ഈ പരീക്ഷ ഇല്ലാലോ. നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് എന്തുണ്ടാവുന്നു? ഖൗഫ്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എപ്പോഴും മിസൈലുകളും ഒക്കെ വരികയാണ്. അള്ളാഹുവിന്റെ ടെസ്റ്റ് ആണത്. അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ. പിന്നെയോ ജോ ഉണ്ട്, നഖസുമിനൽ അംബാലു അംഫുസി വസ്തമറ, ഇതൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രദേശ ലോകത്തെ ഫലസ്തീന, അല്ലെ? പക്ഷേ അള്ളാഹു അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിലും? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്രായേലിലെ ആളുകള് ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവര് നാട് വിടാൻ തുടങ്ങി, അല്ലേ? പക്ഷെ ഫലസ്തീനികള് ഇത്രയും ചെയ്തിട്ട് നാട് വിടാൻ തയ്യാറാണോ? ട്രംപ് എന്തൊക്കെ ഓഫർ ചെയ്തു? നിങ്ങൾക്ക് ഒരു ഉദ്യാനം ഒരുക്കി തരാം, നല്ലൊരു നാട് ഒരുക്കി തരാം, എന്തു ചെയ്തു തരാം. ഫലസ്തീനികൾ പോകാൻ തയ്യാറാണോ? ഇല്ല. അവർക്ക് എന്തുണ്ട്? അവർക്ക് ഈ സിറ്റുവേഷനിൽ പോലും ഇസ്രായേൽ അനുഭവിക്കുന്നതിനേക്കാൾ നിർഭയത്വം അവർ അനുഭവിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? അവരുടെ സംസാരങ്ങളിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു ഭയങ്കര ദൃഷ്ടാന്താണ്. നമുക്കത് കാണാൻ പറ്റും. നമ്മൾ കുറച്ചു കാലം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സൂറത്തുൽ അംബിയയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ ധൃതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഉരീക്കും ആയാച്ചി, ഉറപ്പായിട്ട് എന്റെ ആഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഐ വിൽ ഷോ യു എന്ന് പറഞ്ഞു. ഐ വിൽ ഷോ യു സ്റ്റാജ്. പക്ഷെ ഒന്ന് പേഷ്യൻ, കുറച്ചൊരു എന്ത് ചെയ്യണം, ധൃതി കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു കാണിച്ചു തരും. നമ്മളൊക്കെ ശരിക്കും പറയുന്നത് വെച്ചാല് ഈ ദുന്യ മസ്റഅത്തുൽ ആഖിറ, ഇതാണ് റിയാലിറ്റി. ദുനിയാവ് പരലോകത്തേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ആ പ്രിപ്പറേഷനിൽ ഏറ്റവും അനുഗ്രഹീതരായ ഒരു സമൂഹം നിലക്ക് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്രേ ഉള്ളൂ. അസ്സലാമലൈക്കും. പിന്നെ ഈ ഹജ്ജിന്റെ സമയത്ത് അറഫ സംഗമം ഉണ്ടല്ലോ, അപ്പൊ അറഫ നോമ്പിന് പോലും ഭയങ്കര പ്രതിഫലല്ലേ? പക്ഷെ ഹജ്ജിന്റെ വേളയില് പ്രധാനമാക്കപ്പെട്ട നമസ്കാരങ്ങളില്ലേ, എന്താ ചുരുക്കി നമസ്കരിക്കാനുള്ള അതിന്റെ പിന്നിലുള്ള റീസൺ? പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടില്ല, കേട്ടറിവുണ്ട്. അപ്പൊ ജമ്മായിട്ട് നിസ്കരിക്കുക, കസറാക്കി നിസ്കരിക്കുക എന്ന് പറയുമ്പോ, അപ്പൊ അതിന്റെ റീസൺ എന്തൊക്കെയാ? നിസ്കാരമാണല്ലോ ഏറ്റവും ഇതാക്കിട്ട് പറയുന്നത്. നബി സല്ലല്ലാഹു ചെയ്ത് അതിന്റെ ഒരു നമ്മൾ ഫോളോ ചെയ്യുന്ന അതിനെന്നുള്ള റീസൺ അറിയോ? അല്ല, ചുരുക്കുന്ന എന്താ കുഴപ്പം? പ്രതിഫലം കുറയൂലോ. അല്ല, എന്നാലും എന്തിനാണ് ചുരുക്കിയെന്നതോ ചോദിക്കാൻ. ചുരുക്കിയെന്നുള്ളത് നിസ്കരിക്കാലോ അത്രയും ജമാഅത്തിന് അല്ലല്ല, അത് ചുരുക്കിയത് കാര്യങ്ങൾ എളുപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങള് ഹറമിൽ, മസ്ജിദുൽ ഹറാമില് ഇപ്പൊ സ്വാലിഹത്താണ് ചോദിക്കുക, മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ ഹജ്ജിന്റെ അവിടെ ചുരുക്കി നിസ്കരിക്കോ? ഒരു സ്ഥലത്ത് പോവാണെങ്കിലല്ലാതെ മുസ്ദലിഫയിലേക്കോ അതെ, നിങ്ങൾ വേറെ സ്ഥലത്ത് പോവാണെങ്കിലല്ലാതെ മസ്ജിദുൽ ഹറാമിൽ ചുരുക്കി നിസ്കരിക്കൂല. മസ്ജിദുൽ നബവിയിൽ ചുരുക്കി നിസ്കരിക്കൂല. പക്ഷെ ഞങ്ങളിപ്പോ മസ്ജിദ് നബവി എന്ന് വേണമെങ്കിൽ മക്കയിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ളുഹറിനാ പോകുന്നെങ്കിൽ അസറും ജമ്മാക്കി കസറാക്കി പോകും. അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാം, അല്ലെങ്കിൽ അറഫയിലേക്ക് പോവാം. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അതിലുള്ളതെന്ന് വെച്ചാൽ മസ്ജിദുൽ ഹറാമിൽ മസ്ജിദ് നബിയിൽ അങ്ങനെ എന്ത് ചെയ്യില്ല, ആ പ്രസൻസിൽ ചുരുക്കി നിസ്കരിക്കൂല. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യങ്ങൾ എളുപ്പാക്കാണ്. ഇസ്ലാമിന്റെ ഒരു അങ്ങനെ ഉണ്ടല്ലോ വേണമെങ്കിൽ. അപ്പോ പറഞ്ഞില്ലേ എങ്ങനെ ഇളവുകൾ ഉപയോഗിക്കുന്നവനും അതെ അതെ അതെ. അപ്പൊ അതിലുള്ള മെസ്സേജ് അതാണ്, അളവുകൾ നൽകാണ് അള്ളാഹു. അളവുകൾ ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറഫയിലൊക്കെ മനസ്സിലാവും. ഈ അറഫ മൈതാനാണല്ലോ. ഈ വെയിലുള്ള സമയത്തൊക്കെ, നിങ്ങൾ പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നല്ലോ, അല്ലെ?
എത്രയോ ആളുകൾ കുഴഞ്ഞുകൊണ്ട് അതെ, അവിടെ മരിച്ചിട്ടുണ്ടല്ലോ അത്രയും അല്ലെ? തിരക്കും പിന്നെ അധികവും പ്രായമുള്ളവരും പല പ്രായക്കാരൊക്കെയാണല്ലോ പോകുന്നത്. അപ്പൊ അതുകൊണ്ടും പിന്നെ അത് അള്ളാഹുവും ആ യാത്രയുടെ അളവ് അവിടെ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണെന്നാണ്. അതെ അതെ. അത് അത്രേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങള് ഏതായാലും മസ്ജിദുൽ ഹറാം മസ്ജിദ് നബി ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ റെലവൻസ് എന്താണ്. അല്ല, അപ്പൊ ഖുറാനിൽ ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്താന്ന് പറയില്ലേ? ആ ആ, അപ്പം ഖുറാൻ അത് അല്ലേ? ഞാൻ പറഞ്ഞത് അത് അല്ല, ആ, ഞാൻ പറഞ്ഞതാണ് ഇളവുകളൊക്കെ യാത്രക്കാരെന്നാണ്. ഉണ്ട്. ഉം. അതെ അതെ. അല്ല ഞാൻ പറഞ്ഞത് ഇളവുകൾ അള്ളാഹു ഇളവും നൽകിയതാണല്ലോ. ഏഹ് ഇളവുകളും ഖുറാനിൽ തന്നെയാണല്ലോ പറഞ്ഞത്. അതെ അതെ അതെ. അതാ പറഞ്ഞത് അള്ളാഹു നമുക്ക് ഖുറാൻ പറയുന്നത് വെച്ചാല് ഇന്നദ്ദീന യുസ്റുൻ, ദീൻ എളുപ്പാണ്. ആ എളുപ്പം എന്താണ്, അതുകൊണ്ടാണ് യാത്രയിൽ നമുക്ക് ചുരുക്കം അനുവാദം നൽകിയത്. അപ്പൊ ആ ഒരു ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ത് ചെയ്യുന്നു, അതങ്ങനെ കാണിക്കാന്നേ ഉള്ളൂ. അതേപോലെ നിങ്ങൾ മസ്ജിദ് നബിയിലത്തെ കിതാബ് മാക്കൂത്ത് നിങ്ങൾ പ്രോപ്പർ ടൈമിൽ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക. ഒരിക്കലും അറഫ നഷ്ടപ്പെടും. മൈതാനത്ത് എന്ന് പറഞ്ഞാല് പൊതു എടുക്കാൻ പോണെങ്കിലും ഒക്കത്തിനും തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മളവിടെ എത്തിപ്പെടാനൊക്കെ. അപ്പൊ നിസ്കാരത്തിന്റെ അതുകൊണ്ട് തന്നെ ഫെസിലിറ്റീസ് പ്രശ്നമാണ് അല്ലേ? അതെ. ഇൻഷാല്ലാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇതിന്റെ വൈൻഡപ്പ് ചെയ്തിട്ട് ആരെങ്കിലും വൈൻഡപ്പ് ചെയ്യാം അല്ലേ?